യൂസഫ് ഭായ് എന്ന് പറയുന്നത് ലോകം അറിയുന്ന ഒരാൾ ആൻഡ് വേൾഡ്സ് ഫേമസ് മലയാളി, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അതിന്റെ മുകളിലേക്ക് വേറെ ആരും ഇല്ല. ബോബേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു കാര്യം നേടുന്നത് വരെ അല്ലെങ്കിൽ മരിക്കുന്നത് വരെ ഇതിലേതെങ്കിലും ഒന്ന് നടക്കും. 2008 വാസ് ഫൈനാൻഷ്യൽ ക്രൈസിസ്. $17 സ്റ്റോക്ക് ഉണ്ടായിരുന്ന ടെസ്ലയാണ് ഇന്ന് 3 സ്റ്റോക്ക് സ്പ്ലിറ്റ് കഴിഞ്ഞിട്ടും 1000 നിൽക്കുന്നത്. എല്ലാവരുടെയും ലൈഫ് ഇസ് എ സ്റ്റേറ്റ്മെന്റ്. നമ്മൾ കഴിഞ്ഞാൽ ആ ലെഗസി നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നമ്മളൊരു മണിക്കൂർ വൈകി, ദാറ്റ് ഡസൻറ്റ് മീൻ ദറ്റ് യു ഫെയിൽഡ്. യു ഹാവ് ടു ടേക്ക് എ ഡീറ്റൂർ, വേറെ റൂട്ട് പോകേണ്ടി വന്നു. സോ ഫെയിലിയർ ഇസ് നെവർ ഡെഡ് എൻഡ്. ഇതിനൊന്നും സമയമില്ല. ഈ കാർ ഓടിക്കുന്ന പോലെയാണ് ഇതെല്ലാം. ഈ കാറിൽ എന്തുകൊണ്ടാണ് ഫ്രണ്ടിലുള്ള വിൻസ്ക്രീൻ കണ്ടിട്ടുള്ളത് വലുതും റിയർ വ്യൂ മിറർ ചെറുതുമാണ്. ഇപ്പോഴല്ലേ അറിയുള്ളൂ, അല്ലാണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. എപ്പോഴും അല്ലെങ്കിൽ ഐഡിയാസ് ബുക്സിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. വി ആർ ഇൻ ദ കംഫർട്ട് സോൺ. അപ്പോൾ അതെങ്ങനെയാണ് കാണുന്നത്? അത് സിമ്പിൾ, ജസ്റ്റ് റിസൈൻ യുവർ ജോബ്. അപ്പോൾ കിട്ടും. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഹോളി ഹാബിറ്റാറ്റ്. ഇന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സക്സസ്ഫുൾ ആയൊരു എൻ്റർപ്രണറിനായിട്ട് സംസാരിക്കണം, അവരുടെ ഒരു ജേണി നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ആളാണ് ആക്ച്വലി നമുക്ക് ഇപ്പോൾ ഉള്ളത്. അതൊരു മലയാളിയാണ്. പിന്നെ പ്രോബബ്ലി ദ മോസ്റ്റ് ഫേമസ് മലയാളി ചേട്ടനും പിന്നെ ഈ ഇരിക്കുന്ന ബോട്ടിലും രണ്ടും ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മലയാളികളാണ്. അപ്പോൾ നമുക്കപ്പം ചന്തുചേട്ടുണ്ട്, ചന്ദ്രമോഹൻ നെല്ലൂർ. നമസ്കാരം, വെൽക്കം ടു ദി പോഡ്കാസ്റ്റ്. താങ്ക്സ് എ ലോട്ട്. ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? ഹൗ ഇസ് ഇറ്റ് ഗോയിങ്? സുഖമായിരിക്കുന്നു. എന്താ, മലയാളി ഈസ് ഡൂയിങ് റിയലി വെൽ, ഗ്രോയിങ്. പല രാജ്യങ്ങളിലേക്ക് ഇങ്ങനെ പോകുന്നു. ചേട്ടൻ്റെ ഈ റൈസിന്റെ സ്റ്റോറി, ബിയറിന്റെ സ്റ്റോറി ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ. അപ്പോൾ നമുക്കൊന്നും ഒന്നും കൂടി പറയാൻ പറ്റും, എന്താണ്? നിങ്ങൾ എല്ലായിടത്തും വായിച്ച പോലെ തന്നെ ഇറ്റ്സ് പ്യൂർലി ആൻ ആക്സിഡൻ്റൽ ബിസിനസ്. അല്ലാതെ ഒന്നും പ്ലാൻഡ് ആയിട്ട് വന്ന കാര്യങ്ങളല്ല. ഇതിൽ ലിറ്ററലി ഞാൻ റെപ്രസെൻറ്റ് ചെയ്തിരുന്നത്, ഇപ്പോഴും സ്റ്റിൽ ഐ എം പാർട്ട് ഓഫ് ഇറ്റ്, സംതിങ് കോൾഡ് ഇൻഡോ പോളിഷ് ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ്. ഈ ചേംബർ ചെയ്യുന്നത് ഇന്ത്യൻ കമ്പനീസിന് യൂറോപ്പിൽ വരാനും, യൂറോപ്പിൻ്റെ ഈ പോളിഷ് കമ്പനി സ്പെസിഫിക്കലി ഇന്ത്യയിലേക്ക് മൂവ് ചെയ്യാനും അല്ലെങ്കിൽ അവരെ എക്സ്പ്ലോർ ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്യുന്നത് ചേംബറാണ്. ആൻഡ് വി ആർ പാർട്ട് ഓഫ് കമേഴ്ഷ്യൽ പാർട്ട്നേഴ്സ് ഓഫ് ഇന്ത്യൻ എംബസി. അപ്പോൾ അതിൽ എൻ്റെ റോൾ വാസ് ഡയറക്ടർ ഫോർ ബിസിനസ് റിലേഷൻസ്. അപ്പോൾ ഏത് ബിസിനസ് എൻക്വയറി വരുമ്പോഴും ഇറ്റ് കംസ് ടു മൈ ഡെസ്ക് ഫസ്റ്റ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ IT ആണെങ്കിൽ അതിൻ്റെ IT റിലേറ്റഡ് വിങ്ങിന് പോവും, ഇങ്ങനെ തോന്നുന്നതിന് പോകും. പക്ഷേ ഈ കോമേഴ്സിൻ്റെ കാര്യങ്ങൾ കൂടുതലും ഐ യൂസ് ടു ഡു. നമുക്കൊരു രീതി എന്താണെന്ന് വെച്ചാൽ, ചേംബറിൽ വന്നതാണെങ്കിലും വി ക്യാൻ ഡു എ കൺസൾട്ടിങ് ഓൺ അവർ ഓൺ. സോ അപ്പം ഇങ്ങനെ വാരണാസി ബേസ്ഡ് ആയിട്ട്, ഉത്തർപ്രദേശിൽ വാരണാസി ബേസ്ഡ് ആയിട്ട് റൈസ് എക്സ്പോർട്ട് ചെയ്തൊരു എക്സ്പോർട്ടർ ഇവിടെ അവർക്ക് യൂറോപ്പിൽ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് നമ്മളടുത്താണ് കോൺട്രാക്ട് ചെയ്തിരുന്നത്. സോ ഐ വാസ് ബേസിക്കലി ഫ്രണ്ടിങ് ദം. അപ്പോൾ അവർക്ക് പല കൺട്രീസിലും ഇപ്പോൾ റൈസ് നല്ലപോലെ പോകുന്നുണ്ട്. പോളണ്ടിൽ ഈ ആഫ്രിക്കൻ കമ്മ്യൂണിറ്റിയിലുള്ളൊരു ഓർഡർ വന്നിരുന്നു. ടിപ്പിക്കലി അവർക്ക് വേണ്ടത് പാർബോയിൽ റൈസിൻ്റെ റൈസ് ഫ്ലേക്സ്, നമ്മുടെ നാട്ടിൽ അവില്. വലിയ ക്വാണ്ടിറ്റി ഒന്നും ആയിരുന്നില്ല, 5 tons. ആ ഒരു സമയത്ത് കണ്ട ഒരു 4 ദിവസം ബാക്കി നിൽക്കുകയാണ്. ഇവിടെ ഹാംബർഗിലാണ് ക്ലിയർ ചെയ്യുക. അവിടെ എത്തുന്നതിന് മുന്നെയാണ് റഷ്യ ഉക്രൈൻ യുദ്ധം സ്റ്റാർട്ടാവുന്നത്. അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ പോളിഷ് കറൻസി ഉണ്ടല്ലോ, പോളിഷ് ലോത്തെ ആൻഡ് ഡോളർ, US ഡോളറിൻ്റെ പ്രൈസ് വല്ലാതെ അങ്ങോട്ട് ഫ്ലക്ച്വേറ്റ് ആയി. അപ്പോൾ ആ ഡീല് കൊളാപ്സ് ചെയ്തു. ബിക്കോസ് അത് ഒരിക്കലും അൺസർട്ടനിറ്റി 1, 2 ആ പ്രൈസിന് ഇവിടെ ലാൻഡ് ചെയ്തിട്ട് ഇവർക്കതെടുത്ത് മുന്നിലേക്ക് വിൽക്കാൻ പറ്റില്ല. ഇത് കേടുവരുന്ന സാധനമൊന്നുമല്ല, അവർ കേടുവരൊന്നുമില്ല, എക്സ്പയർ ഒന്നുമില്ല. ഇല്ല. പക്ഷേ ഈ പറഞ്ഞാൽ യു ഹാവ് ടു സ്റ്റോർ ഇറ്റ്. സ്റ്റോറിങ് ഈസ് കോസ്റ്റ് അഗെയിൻ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ചേംബർ ആയതുകൊണ്ട് തന്നെ ആ ഇമ്പോർട്ട് വെച്ച് നിങ്ങൾക്ക് വേറെ വല്ല ഇത് പിവട്ട് ചെയ്യാൻ പറ്റുമോ, ഐഡിയാസ് വല്ലതും ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇങ്ങനെ കോമ്പിനേഷനിൽ വിൽക്കാൻ പറ്റുമോ. ഇപ്പോൾ റൈസ് വിൽക്കുന്നതിൻ്റെ കൂടെ തന്നെ അവയിൽ കുറച്ച് ഫ്രീ ആയിട്ട് അങ്ങനെ. അപ്പോൾ ആദ്യം നമ്മൾ ചിന്തിച്ചത് ഓക്കെ ഇത് എന്ത് ചെയ്യാമെന്നുള്ളതാണ്. മുന്നേ ഇവിടെയുള്ള ഒരു ഇന്ത്യൻ ബിസിനസ്സുകാരൻ തന്നെ അവർ അങ്ങനത്തെ ഒരു അരിയുടെ പ്രശ്നം വന്ന സമയത്ത് അവർ പെറ്റ് ഫുഡ്സ്, ഈ പട്ടിക്കും പൂച്ചയ്ക്കുള്ള പെറ്റ് ഫുഡ്സിൻ്റെ ഇൻഡസ്ട്രി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവരവിടെ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് അറിഞ്ഞതുകൊണ്ട് നമ്മൾ അപ്രോച്ച് ചെയ്തു സിമിലർ. പക്ഷെ അന്നാണ് മനസ്സിലാക്കിയത് മൃഗങ്ങൾക്കാണ് നമ്മളെക്കാൾ നല്ല ഭക്ഷണം കിട്ടുന്നത്. കാരണം എന്താ വെച്ചാൽ 9 മാസം എടുക്കും അതിൻ്റെ റിസൾട്ട് വരാൻ. ഇത് എന്താണ്, സേഫ് ആണോ അല്ലയോ. യെസ്. അപ്പോൾ പിന്നെ അത് അവിടെ നിന്ന് ആ ചാൻസ് പോയി. ബിക്കോസ് വി ഡോണ്ട് ഹാവ് ടൈം ഫോർ ദാറ്റ് ലോങ്. പിന്നെ ഗൂഗിൾ, ഒബ്വിയസ്ലി എല്ലായിടത്തും ഡോക്ടർ ഗൂഗിളിനോട് ചോദിക്കുന്ന പോലെ തന്നെ ചോദിച്ചപ്പോഴാണ് കൊമ്പൻ ബിയറിൻ്റെ കാര്യം വായിക്കുന്നത്, വിച്ച് ഇസ് ബേസ്ഡ് ഇൻ UK, പാലക്കാട് മട്ട റൈസ് എന്ന്. അങ്ങനെയാണ് നമ്മൾ ബ്രൂവറി അപ്രോച്ച് ചെയ്യുന്നത്. ഈ സാധനം ചെയ്യാൻ പറ്റുമോ, വി ഹാവ് റൈസ് ഫ്ലേക്സ്, നമുക്ക് ഇങ്ങനെ ചെയ്യണമെന്നുണ്ട്, നിങ്ങളത് യൂസ് ചെയ്യുന്നുണ്ടോ. അവരാരും ഈ റൈസ് ഫ്ലേക്ക് ബിയേഴ്സ് അങ്ങനെ ഇവിടെ വലിയ പോപ്പുലർ അല്ല പോളണ്ടിൽ. പക്ഷെ അവർ പറഞ്ഞത് ദേ ക്യാൻ ഡു ഇറ്റ് പ്രൊവൈഡഡ് നമുക്കൊരു മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ഉണ്ട്, 2000 ലിറ്റർ, അതായത് 4000 ബോട്ടിൽ വേണം.
ബിയർ വിൽക്കാൻ പോയിട്ടില്ല, ഈ ഇൻഡസ്ട്രി വരാനുള്ള പ്ലാൻ ഇല്ല, ഇതൊന്നുമില്ല. ബിയർ കുടിച്ചിട്ടും കൂടില്ല, ഇല്ല, അതുമില്ല. പക്ഷെ അപ്പോഴാണ് ഈ റൈസ് വിൽക്കുന്ന ആളെടുത്ത് തന്നെ ഇവിടെയുള്ള ഇമ്പോർട്ടോട് ചോദിച്ചു, നിങ്ങൾക്ക് അറിയുന്ന റെസ്റ്റോറൻറ്റുകളിൽ നമുക്കിങ്ങനെ സാമ്പിളിങ് വേണമെങ്കിൽ ചെയ്ത് ഫ്ലേക്സ് തീർക്കാം, ഇഫ് ദേ അലൗ ഇറ്റ്. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏത് ബ്രൂവറിന്നാണോ ചെയ്യുന്നത് അവരുടെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് തന്നെ സാമ്പിളിംഗ് ആയിട്ട് കൊടുത്തു തുടങ്ങിയതാണ് അറിയുന്ന റെസ്റ്റോറൻറ്റുകളിൽ. ഈ റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് റിപ്പീറ്റ് ഓർഡേഴ്സ് വരാൻ തുടങ്ങി. റെസ്റ്റോറൻറ്റുകാരാണ് ആദ്യം ഇത് സജസ്റ്റ് ചെയ്യുന്നത്, വൈ ഡോണ്ട് യു കം ആസ് എൻ ഇന്ത്യൻ ബിയർ ബ്രാൻഡ്, ബിക്കോസ് നമ്മൾ കൊടുത്തത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിലായിരുന്നു. അപ്പം നിങ്ങളുടെ ബിയർ നല്ലതാണ്, കൺസ്യൂമേഴ്സിന് ഇഷ്ടമുണ്ട്, സ്പെഷ്യലി ഇറ്റ് സൂപ്പർ ലൈറ്റ്, വുമൺ ഓൾസോ ലൈക്ക് ഇറ്റ്. അപ്പോഴാണ് അതിലൊരു ബിസിനസ് സാധ്യത കാണുന്നത്. അതുവരെ അങ്ങനെ ഒരു ചിന്തയോ ബ്രാൻഡോ ഒന്നും ഉണ്ടായിരുന്നില്ല, ലിറ്ററലി നത്തിങ്. പക്ഷേ അപ്പോഴും ഈ ഒരു ഇന്ത്യൻ ബിയർ ബ്രാൻഡായിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇപ്പോൾ കിങ്ഫിഷർ ഇസ് എ ഫേമസ് ബ്രാൻഡ്, കോബ്ര ഇസ് എ ഫേമസ് ബ്രാൻഡ്. പക്ഷെ നിങ്ങളത് എവിടെയാണ് കാണുന്നത്? ഓൺലി ഇൻ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സിൻ്റെ ഡോർ സ്റ്റെപ്പ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെയുള്ളൊരു ലോക്കലായിട്ടുള്ള പബ്ലിക്കായിട്ടുള്ള ആൾ ചിന്തിക്കുന്നില്ല, വീട്ടിലിരുന്ന് ഫുട്ബോൾ കാണുമ്പോൾ ഹീ ഈസ് നോട്ട് ഡ്രിങ്കിങ് എ കിങ്ഫിഷർ. എക്സാക്ട്ലി. ഇപ്പോൾ നമ്മൾ ചിന്തിച്ചത് ഒരു എക്സോട്ടിക് ആയിട്ടുള്ള ചെയ്യാം, കൂടാതെ ഇന്ത്യൻനെസ് ഉണ്ട്, എന്നാൽ അതൊരു ഫോറിനർക്ക് ഇന്ത്യനെ തോന്നരുത് എന്നുള്ളത് വെച്ച് ചിന്തിച്ചിരിക്കുമ്പോൾ എന്ത് പേരിടാം എന്ന് ചിന്തിക്കുമ്പോഴാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു ആർട്ടിക്കിൾ വന്നിരുന്നു. അന്ന് ആ സമയത്ത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ സമയത്ത് ഐ വാസ് വൺ ഓഫ് ദി വോളണ്ടിയേഴ്സ്. ഞാനും പ്രതിഭട്ട് എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ട്, ഞങ്ങൾ രണ്ടും ആദ്യം ഫസ്റ്റ് ബോർഡറിൽ പോകുന്ന ആദ്യത്തെ 2 മലയാളികൾ. സോ അന്ന് അവിടെ ഒരു ഇൻ്റർവ്യൂ എടുത്ത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ജേർണലിസ്റ്റ് എഴുതിയിരുന്നു, ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി സേസ് മലയാളി വോളണ്ടിയേഴ്സ്. കൂടാതെ അന്ന് അവിടെ വന്ന വോളണ്ടിയേഴ്സ് ഇഷ്ടം പോലെ വോളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നു. എല്ലാ സംസ്ഥാനത്തിലെ ആൾക്കാരുണ്ട്, അങ്ങനെ നമുക്ക് മാറ്റി മാറ്റി പറയാൻ പറ്റില്ല. പക്ഷേ ഫസ്റ്റ് ടൈം റെസ്പോണ്ടേഴ്സ് അതിന് ഏറ്റവും കൂടുതൽ വോളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നത് മലയാളികളാണ്. അപ്പോൾ അതുകൊണ്ട് ആ ട്രിബ്യൂട്ട് എന്നുള്ള പേരിലാണ് മലയാളി നിട്ടാലോ എന്നുള്ള ചിന്ത വന്നത്. ഒബ്വിയസ്ലി നമ്മളെല്ലാവരും ഫ്രണ്ട്സ് ആകുമ്പോൾ ഒരു ഐഡിയ കിട്ടും, നമ്മൾ അങ്ങോട്ടും പറയില്ലേ. ഞാനിത് ഡിസ്കസ് ചെയ്തിരുന്നു. ഡിസ്കസ് ചെയ്ത ഭൂരിഭാഗം ആൾക്കാരും പറഞ്ഞത് ദാറ്റ് ഇസ് ദ മോസ്റ്റ് സ്റ്റുപ്പിഡ് തിങ് ദേ എവർ ഹേർഡ്. അന്ന് തീരുമാനിച്ചു, യെസ്, ദിസ് ഇസ് ദ പാത്ത് ടു ടേക്ക്. ബിക്കോസ് ഇഫ് പീപ്പിൾ ആർ കൺഫ്യൂസ്ഡ് ദർ ഇസ് സംതിങ് യു ക്യാൻ സെൽ. യെസ്, എല്ലാവരും നല്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഐ വുഡൻറ്റ് ഹവ് ഗോൺ ഫോർ ദിസ്. പിന്നെ ഈ വേർഡ് മലയാളി എന്നുള്ളൊരു ജനറിക് വേർഡാണ്. നമ്മളെല്ലാവരും മലയാളികൾ എക്സാക്ട്ലി. അപ്പോൾ അത് ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് മലയാളി അസോസിയേഷൻസ് ലോകത്ത് എല്ലായിടത്തും ഉള്ളതുകൊണ്ട് അത് രജിസ്റ്റേർഡ് ആയിരുന്നു. പക്ഷെ അന്നാണ് മനസ്സിലായത് ദർ ഇസ് സംതിങ് കോൾഡ് ക്ലാസ്. ഓരോ ക്ലാസിൻ്റെ സ്പെസിഫിക്കേഷനിലാണ് ഈ രജിസ്ട്രേഷൻസ് മാറുന്നു പോകുന്നു. ആൽക്കഹോൾ ആൻഡ് ബെവറേജിൽ ഇത് ഫ്രീ ആയിരുന്നു, ആൻഡ് ഐ ഗോട്ട് ഇറ്റ്. അപ്പോൾ അങ്ങനെ ട്രേഡ് മാർക്ക് ചെയ്തു. പിന്നെ ദർ ഇസ് സംതിങ് കോൾഡ് മെഡ്രിഡ് പ്രോട്ടോകോൾ. അത് വേൾഡ് വൈഡിൽ നമുക്ക് ട്രേഡ് മാർക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലും പ്രൊട്ടക്ഷൻ എടുത്തിട്ട് വി സ്റ്റാർട്ടഡ് യൂസിങ് മലയാളി. അങ്ങനെയാണ് മലയാളി വരുന്നത് മാർക്കറ്റിലേക്ക്. ആൻഡ് പ്ലസ് പ്രൊഡക്റ്റ് നല്ലതായതുകൊണ്ട് ഇറ്റ് വെൻറ്റ് വെൽ ഇൻ പോളണ്ട്. കാരണം വെച്ചാൽ അതുവരെ ഇല്ലാത്ത ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ ഈ ബേർപ്പിംഗ് ഇസ് എ ബിഗ് ഇഷ്യൂ ഇന്ത്യൻ ഫുഡിൻ്റെ കൂടെ കഴിക്കുന്നത്. ഇതിനകത്ത് ഇല്ലാത്തതുകൊണ്ട് ഓർഡേഴ്സ് പെട്ടെന്ന് സ്കൈ റോക്കറ്റ്. പക്ഷെ അന്ന് നമ്മൾ ഒരു ബിസിനസ് അല്ല, മലയാളി എന്നുള്ളത് നമ്മളൊരു പ്രോപ്പർ ബിസിനസ്സായിട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇത് വർക്കൗട്ട് ആവുമെന്ന് പോലും നമുക്ക് അറിയില്ല. അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ പെട്ടെന്ന് ഓർഡേഴ്സ് വരികയാണ്. ആൻഡ് അങ്ങനെയാണ് അതൊരു ട്രജക്ടറി വരുന്നത്. ആൻഡ് ഐ ഹാവ് 2 പാർട്ട്നേഴ്സ് ആൻഡ് ഇറ്റ് വെൻറ്റ് വെൽ. പക്ഷേ ആദ്യത്തെ ഒരു ഫുൾ 1 ഇയർ നിങ്ങൾ അന്നത്തെ ബോട്ടിൽ എടുത്ത് നോക്കിയാൽ അതിലുണ്ടാവും പ്രൊഡ്യൂസ്ഡ് ഫോർ മലയാളി സ്പിരിറ്റ്സ് എന്ന്. കഴിഞ്ഞ മാസം വരെ അങ്ങനെ ഒരു കമ്പനിയെ ഉണ്ടായിട്ടില്ല. ഒരു 2 വർഷം ഇല്ലാത്തൊരു കമ്പനിയുടെ മുകളിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ബിയർ വിറ്റിരുന്നത്, അതും ഓൾ അക്രോസ് യൂറോപ്പ്. അപ്പോൾ ഈ ഒരു ജേർണി നിങ്ങൾ പറഞ്ഞു, അപ്പോൾ ഇതിൻ്റെ ഒരു കോൺഫിഡൻസ് ഫാക്ടർ എന്താണ്? ഇപ്പോൾ യുദ്ധം വരുന്നത് അതൊക്കെ ഭയങ്കര ഒരു ചലഞ്ചിങ് ആണ് ആ ടൈമിൽ. അപ്പോൾ ഈ ഒരു കോൺഫിഡൻസ് ഫാക്ടർ എന്ന് പറയുമ്പോൾ എന്താ പറയുക ഈ ഒരു ജേർണിയിൽ? അതിൻ്റെ ട്രൂത്ത് എന്താ പറയുക, ഐ ആം ഡിസ്ലെക്സിക്. ഈ ഡിസ്ലെക്സിക് ആവുന്ന ആൾക്കാരുടെ കുഴപ്പം എന്താ വെച്ചാൽ നമ്മൾ ഒരിക്കലും റിസ്ക് മെഷർ ചെയ്യില്ല. അതുകൊണ്ട് പല പിറ്റ്ഫോൾസിലും വീഴുന്നുണ്ട്. ഇപ്പോൾ ആൾക്കാർ ഇപ്പോൾ കാണുന്നത് ഓക്കെ മലയാളിയെ നല്ലപോലെ പോകുന്നുണ്ട്, സക്സസ്ഫുള്ളായി പോകുന്നുണ്ട്. പക്ഷേ ബാക്ക് സ്റ്റോറി നോക്കുകയാണെങ്കിൽ ഐ ഹാവ് ഫെയിൽഡ് മെനി ടൈംസ്. അവിടെയൊക്കെ റിസ്ക് എടുത്തിട്ടുണ്ട്. ഐ ഹാവ് ലോസ്റ്റ് ഇൻ ടു മെനി തിങ്സ്. സത്യം പറഞ്ഞാൽ ഒരു 38 ഇയേഴ്സ് ഓഫ് സോൾ സെർച്ചിങ്ങിൽ ഫൈനലി ലൈഫിലൊരു മീനിങ് അല്ലെങ്കിൽ യെസ് ഇതാണ് ഞാൻ ചെയ്യേണ്ടിയിരുന്നതെന്ന് മനസ്സിലാവുന്നത് 38 വർഷത്തെ ആ പറഞ്ഞ ജേണിയിലാണിത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ ദിസ് ഇസ് വാട്ട് ഐ എം സപ്പോസ് ടു ഡു. അപ്പോൾ ആ ഡിസ്ലെക്സിയ ഒരു രീതിയിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഇവിടെയാണ്. ബിക്കോസ് ഐ നോർമലി ഡോണ്ട് മെഷർ ദ റിസ്ക്, അല്ലെങ്കിൽ ആ ഒരു പാനിക് എനിക്ക് വരാറില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ സിമ്പിളായിട്ട് നോക്കുക, ഇപ്പോൾ എന്തൊരു സിറ്റുവേഷൻ വന്നാലും ഇപ്പോൾ അവിടെ അപ്പുറത്ത് യുദ്ധം നടക്കുന്നതൊക്കെ ഉണ്ട്, ഞാനിവിടെ ടെൻഷൻ അടിച്ചുകൊണ്ട് അത് മാറാൻ പോകുന്നുണ്ടോ? ഇല്ല. എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക അത് ഞാൻ ചെയ്യാം. നമ്മുടെ കൺട്രോളിലല്ലല്ലോ. ബാക്കി കൺട്രോൾ ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് ഐ എം നെവർ കൺസേൺഡ്. ഞാൻ അതിന് ബോധർ ചെയ്യാറേ ഇല്ല കാര്യത്തിൽ. പിന്നെ ഈ പറഞ്ഞ പോലെ വാലിഡേഷൻ എനിക്കതിൻ്റെ ആവശ്യമില്ല. ഇപ്പം നമ്മൾ ആരെ നമ്മൾ പറയില്ല, ഇപ്പോൾ ഒരാളെ
അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഇൻഡസ്ട്രി ലിക്കർ ഇസ് എ വെരി സെൻസിറ്റീവ് സബ്ജക്റ്റ്. ഇപ്പം എൻ്റെയൊക്കെ പണ്ട് ഞാൻ ബാറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പോലും എൻ്റെ മദറൊക്കെ ഹെസിറ്റേറ്റ് ചെയ്തിരുന്നു ആൾക്കാരോട് പറയാനാണ് ബാറിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അങ്ങനെ ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള ഫാമിലിയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഐ ഡോണ്ട് തിങ്ക് മച്ച് ലൈക്ക് അവരെന്ത് ചിന്തിക്കുന്നു ഇവരെന്ത് ചിന്തിക്കുന്നു. നമ്മളെല്ലാവർക്കും സൂപ്പർ മാരിയോ കളിയൊന്നുമല്ലല്ലോ. യു ജസ്റ്റ് ഗോട്ട് ഓൺലി വൺ ലൈഫ് ടു ലിവ്. ടു ലിവ് 3 ലൈഫില്ലല്ലോ. നോ ചാൻസസ്. അപ്പൊ അതുമായിരുന്നു. ഇപ്പൊ ഇത് ആക്സിഡന്റിലാണ് ഇങ്ങനെ ഒരു ബിസിനസ്. പക്ഷെ നമ്മൾ ചേട്ടൻ പറഞ്ഞ മാതിരി ഇത് അത്ര ലൈക്കബിൾ അല്ല ഇങ്ങനെ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ. ആൾക്കിപ്പോ പ്രത്യേകിച്ച് നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ മദ്യം ആണ് ഏറ്റവും മോശമായിട്ട് സെല് ചെയ്യണത് കേരളത്തിൽ എസ്പെഷ്യലി. അത് ഒരിക്കലും അതൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് കാണാത്ത രീതിയാണ് ഈ കള്ളുകൂടി എന്നൊക്കെ നോർമൽ ആൾക്കാരുടെ ഇടയിൽ. അപ്പൊ അതിന് വീട്ടുകാരൊക്കെ എങ്ങനെയായിരുന്നു ഇങ്ങനെ അത് പറഞ്ഞപ്പോ? സി ഓബ്വിയസ്ലി വീട്ടുകാരെന്ന് മാത്രമല്ല, ഈവൻ എൻ്റെ വൈഫ് പോലും ലൈക്ക് ഓക്കെ നൗ യു ഹാവ് കം വിത്ത് എ ന്യൂ ഐഡിയ, വൈ ആർ യു സോ സ്റ്റുപ്പിഡ് വിത്ത് ദിസ് എന്നുള്ള ചോദ്യമായിരുന്നു. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താ അറിയോ, ഇതേ സാധനം ഞാൻ നാട്ടിലാണ് തുടങ്ങിയിരുന്നുണ്ടെങ്കിൽ ഇറ്റ് വുഡൻറ്റ് ഹവ് റീച്ച്ഡ് വാട്ട് ഐ ഹവ് റീച്ച്ഡ്. തുടങ്ങിയത് പോളണ്ടിലാണ്, യൂറോപ്പിലാണ്. ആൻഡ് എൻ്റെ കൺസ്യൂമേഴ്സ് വർ നോട്ട് ഇന്ത്യൻസ്. ഇനീഷ്യലി വെള്ളക്കാരായിരുന്നു. ബിക്കോസ് ഈ പറഞ്ഞ 4.8 ആണ് നമ്മുടെ ഒരു ലാഗർ ബിയർ ആദ്യം ലോഞ്ച് ചെയ്ത ബിയറിനുള്ളത്. ഇന്ത്യക്കാർ തിരിഞ്ഞു പോലും നോക്കാറില്ല. എനിത്തിങ് അണ്ടർ 6 അവർക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല. സോ അവരുടെ ഇടയിൽ ക്ലിക്ക് ആയതുകൊണ്ടാണ് ഇതിനൊരു മാർക്കറ്റ് പ്രസൻസ് കിട്ടിയത്. ഞാനത് ഈ പറഞ്ഞ പോലെ ഈസ് ഓഫ് ബിസിനസ് ഇവിടെ കൂടുതലായതുകൊണ്ടും ഇവിടെ അങ്ങനത്തെ ഒരു ജഡ്ജ്മെന്റ് ഇല്ല. ഞാൻ ചെയ്യുന്ന ബിയർ ആണോ ഇതാണോ. കഞ്ചാവും ഇതൊക്കെയാണെങ്കിൽ പിന്നെയും വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ബിയർ ആയതുകൊണ്ട് ഇറ്റ്സ് ആൽക്കഹോൾ സംതിങ് വിച്ച് ഇസ് നോർമൽ ഹിയർ. പിന്നെ അവരെ കുടിക്കുന്ന രീതിയും എല്ലാം നോർമലാണ്. സോ അതിന് ആ ഒരു ഈ പറഞ്ഞ പോലെ ആൾക്കാരുടെ മനസ്സിൽ അങ്ങനത്തെ ഒരു ഫീലിംഗ് ഇവിടെ ഉണ്ടാവാത്തത് കൊണ്ട് അങ്ങനത്തെ ഒരു അപ്രോച്ച് എനിക്ക് വന്നിട്ടില്ല. നാട്ടിലായിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇറ്റ് വുഡ് ഹാവ് ബീൻ ഡിഫറെൻറ്റ്. ഇപ്പോൾ ഇവിടെ ഒരുപാട് ബിയേഴ്സ് ഉണ്ട്. ഇപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് കൂടുതലാണ്. അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ ഈ ഒരു ബിയർ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എന്തായിരിക്കും? ഇപ്പോൾ ഈ ലൈറ്റ് ആയതുകൊണ്ടാണോ അതോ എന്താണ് ഈ ഡിഫറൻഷിയേഷൻ ഉദ്ദേശിക്കുന്നത്? അഗൈൻ കമ്മിങ് ബാക്ക് ചെയ്ത് നമ്മൾ ആദ്യത്തെ 8 മാസം ഒരു അറൗണ്ട് നമ്മളൊരു ക്ലോസ് ടു 20,000 ബോട്ടിൽസിൻ്റെ ബാച്ച് വെറും ടെസ്റ്റിങ്ങിന് മാത്രം ആൾക്കാർക്ക് കൊടുത്ത് റെസ്റ്റോറൻറ്റുകളിൽ കൊടുത്ത് ഫ്രീ ഓഫ് കോസ്റ്റ് കൊടുത്ത് ടെസ്റ്റ് ചെയ്തിരുന്നു. ആ ടേസ്റ്റ് ഫാക്ടർ അറിയാനും ഇതിൻ്റെ റീസണിങ് അറിയാനും എന്തുകൊണ്ടാണെന്നുള്ളത്. അങ്ങനെയാണ് ഈ ഫൈനൽ ബാച്ചിൽ എത്തുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്, വാട്ട് ഇസ് യുണീക് സെല്ലിംഗ് പോയിന്റ്? ഒന്ന് ലൈറ്റ്, സെക്കൻഡ് തിങ് ഈസ് ഈ ബർപ്പിംഗ്, ബ്ലോട്ടിംഗ് ഇല്ല. അതുകൊണ്ട് തന്നെ റെസ്റ്റോറൻറ്റുകൾ നോക്കുന്ന അവരുടെ മാർജിൻ, അവരുടെ പ്രോഫിറ്റ്സ് ആണ് നോക്കുക. അവർക്ക് കിങ്ഫിഷർ വിറ്റാലാണോ കോബ്ര വിറ്റാലാണോ മലയാളി വിറ്റാലാണോ ലാഭം നോക്കുകയാണെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് മലയാളി എന്ന് പറയാനുള്ള കാരണം ബാക്കിയുള്ള ഒരു ബിയർ പോകുന്ന സമയത്ത് നമ്മുടെ 2 ബോട്ടിൽ പോകുന്നുണ്ട്. ബിക്കോസ് ബീയിങ് ലൈറ്റ് പീപ്പിൾ ക്യാൻ കൺസ്യൂം മോർ ആൻഡ് സ്റ്റിൽ കൺസ്യൂം ഫുഡ്. അല്ലെങ്കിൽ മറ്റേതെന്ന് വെച്ചാൽ ഈ ബ്ലോട്ട് ചെയ്യുന്നതുകൊണ്ട് ഐദർ ഫുഡ് കുറയും അല്ലെങ്കിൽ ബിയർ ഒന്നേ കഴിക്കുകയുള്ളൂ. സോ അതുകൊണ്ട് 2 ബിയർ വിൽക്കാൻ അവർക്ക് ചാൻസ് കിട്ടുന്നതുകൊണ്ട് ദേ മേക്കിംഗ് ലാർജർ മാർജിൻസ്. ആൻഡ് ദാറ്റ് ഈസ് വൺ റീസൺ വൈ മലയാളി ഈസ് ഗോയിങ് വെൽ. ആ കോമ്പറ്റീഷൻ സ്പേസിൽ അതുകൊണ്ടാണ് നമുക്ക് എത്താൻ പറ്റുന്നതും നിൽക്കാൻ പറ്റുന്നതും. ഇപ്പോൾ ഒന്നും വേണ്ട, നിങ്ങൾ ഗൂഗിൾ എടുത്തിട്ട് മോസ്റ്റ് സോൾഡ് ഇന്ത്യൻ ബിയർ ഇൻ പോളണ്ട് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് മലയാളി. ബിക്കോസ് ഈവൻ വി ആർ ഔട്ട് സെല്ലിംഗ് കിങ്ഫിഷർ 3:1. അതിൻ്റെ അർത്ഥം നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാ റെസ്റ്റോറൻറ്റിലും നമ്മളാണ് മുമ്പിൽ നിന്നുള്ളതല്ല. മൊത്തം 497 റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് എൻറ്റയർ പോളണ്ടിൽ. വി ആർ ഓൺലി ഇൻ 116. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ വോർസോലാണെങ്കിലും വോർസോലെ 144 റെസ്റ്റോറൻറ്റിൽ മലയാളി 39 എണ്ണത്തിലേ ഉള്ളൂ. പക്ഷേ ആ ഉള്ള 39 എണ്ണത്തിലും അറ്റ്ലീസ്റ്റ് ആവറേജ് ഒരു മാസം വി ആർ ഡൂയിങ് 20 കേസസ്. ഈ 20 കേസ് എന്ന് പറയുന്നത് 400 ബോട്ടിലാണ് ഒരു മാസം പോകുന്നത്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ ഹൈ ഫുട്ഫോൾ ഉള്ള റെസ്റ്റോറൻറ്റിലാകുമ്പോൾ ഫുഡ് ഫ്രഷ് ആയിരിക്കും. ആ റെസ്റ്റോറൻറ്റുകളിലാണ് നമ്മൾ നമ്മുടെ ബിയറും വെക്കുകയുള്ളൂ. ബിക്കോസ് അവിടെയാണ് ഫാസ്റ്റ് മൂവിങ് വരിക. അപ്പം നമ്മുടെ ബിയറും പെട്ടെന്ന് ഇപ്പോൾ എനിക്കറിയില്ല, നിങ്ങൾക്ക് അറിയുമെന്നുള്ളത് ബിയർ ഹാസ് എൻ എക്സ്പയറി ലൈഫ്, ഷെൽഫ് ലൈഫ് ഉണ്ട്. സോ അപ്പോൾ എത്ര ഫ്രഷ് ആയിട്ടാണോ പോകുന്നത് അതനുസരിച്ചാണ് ബിയർ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. പല റെസ്റ്റോറൻറ്റുകളിലും ഒരു ബോക്സ് ഒരു ആഴ്ച എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 2 ആഴ്ച കഴിഞ്ഞാൽ ഒരു ബോക്സ് എടുക്കും. അങ്ങനത്തെ റെസ്റ്റോറൻറ്റുകളിൽ ഫുട്ഫോൾ ഇല്ല എന്നുള്ളത് നമുക്കറിയാം. അവിടെ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരാൾ കുടിച്ച് മോശം എഴുതി കഴിഞ്ഞാൽ എഫക്റ്റ് ചെയ്യാൻ പോകുന്ന ബ്രാൻഡിന്. സോ നമ്മൾ അതുകൊണ്ട് എല്ലായിടത്തും വാരി വലിച്ച് കൊടുക്കുന്നില്ല. പക്ഷെ വേറെവർ വി ആർ ടോപ്ലിംഗ് ദി അതേഴ്സ്. ഇപ്പോൾ ഒരു ബിഗിനിങ് സ്റ്റേജ് ഇപ്പോൾ പോളണ്ടിലല്ലേ സ്റ്റാർട്ട് ചെയ്തത്? യെസ്. പിന്നെ എങ്ങനെയായിരുന്നു ഗ്രോത്ത്? താങ്ക്സ് ടു ദ നെയിം മലയാളി എന്നുള്ള പേരുള്ളത് കൊണ്ട് ഓബ്വിയസ്ലി മലയാളി ഗെറ്റ്സ് എക്സൈറ്റഡ് കാണുമ്പോൾ അതിൻ്റെ പേര്. ഓ യാ, ഇപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. മിഡിൽ ഈസ്റ്റ്, ലെറ്റ്സ് ടേക്ക് മിഡിൽ ഈസ്റ്റ്. അതിനുള്ളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, പിങ്ക് ലുങ്കി എന്ന് പറഞ്ഞിട്ടുള്ള പോഡ്കാസ്റ്റ് അവരുടെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചെയ്ത ഇത് ഇറ്റ് വെൻറ്റ് വൈറൽ. മോർ ദൻ 4 മില്യൺ വ്യൂസ് ഉണ്ട് അതിന് മാത്രം. അത് കണ്ടിട്ട്
UAE രണ്ട് വലിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് ഉള്ളത്. അത് രണ്ടും ഈ പറഞ്ഞ പോലെ റോയൽ ഫാമിലിയുടെ മറ്റേ അവരുടെ കണക്ഷനിൽ തന്നെയാണ്. MMI എന്ന് പറയുന്നത് ഈവൻ ദേ ഓൺ എമിറേറ്റ്സ് എയർലൈൻസ്. സോ അവരുടെ ഒരു ഡിവിഷൻ ADMMI അബുദാബിയുടെ അവർ അണ്ടറിൽ വരുന്നതാണ് ഗ്രേ മെക്കൻസി എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോഴ്സ് വരുന്നത്. അവർ കോൺടാക്ട് ചെയ്തിരുന്നത് കണ്ടിട്ട് സെയിം ടൈമിൽ ആഫ്രിക്കൻ ഈസ്റ്റേൺ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ഡിസ്ട്രിബ്യൂട്ടർ ബിഗ് വൺ അവരും കോൺടാക്ട് ചെയ്തിരുന്നു. ഈ പറയുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒന്നും എല്ലാം ക്രെഡിറ്റിലല്ലാതെ ദേ നെവർ പേ അപ്പ് ഫ്രണ്ട്, ദേ നെവർ ടേക്ക് എ പ്രൊഡക്റ്റ്. അവിടുത്തെ സ്റ്റോറുകളിൽ കയറാൻ വേണ്ടിയിട്ട് പല പ്രൊഡക്റ്റും ഇവിടെ അവിടെ ഇന്ദ്രി വിസ്കിയൊക്കെയാണ് പോകുന്നത്. സോ അങ്ങനത്തെ പ്രൊഡക്ട്സ് പോകുന്നത് ഈവൻ ഹൈനിക്കൻ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഹൈനിക്കനൊക്കെയാണ്. പല ന്യൂ കമ്പനീസും അവരുടെ അടുത്ത് ലിസ്റ്റിലാണ് അത് കയറാൻ വേണ്ടിയിട്ട്. അവരെല്ലാ കൊല്ലം കുറേ ലിസ്റ്റിൽ നിന്ന് കട്ട് ചെയ്യും. അങ്ങനെയുള്ള 2 കമ്പനീസാണ് ഇവർ. ദേ കോൾഡ് അസ്. അപ്പോൾ നമുക്ക് അന്നും ഈ പ്ലാൻസ് ഇല്ല, ബിക്കോസ് വി ആർ എ ടൈനി കമ്പനി, നമുക്ക് ഇവിടെ തന്നെ കൊടുത്തു തീർക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ അവർ ചോദിച്ചു നിങ്ങൾ ആരുടെത്തേക്കും വേറെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ആരായിട്ട് ഡിസ്കഷൻ ഉണ്ടോ. അപ്പോൾ ഞാൻ ഒരാളോട് പറഞ്ഞു ഇങ്ങനെ ആഫ്രിക്കൻ ഈസ്റ്റേൺ എന്ന് പറഞ്ഞ കമ്പനി കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് മേ ബി വിൽ ഡു വിത്ത് ദം ആസ് വെൽ, വി ഡോണ്ട് നോ, വി ഹവ് നോട്ട് സൈൻഡ് യെറ്റ്. ഇപ്പോൾ ഗ്രേ മെക്കൻസിയുടെ GM ചോദിച്ചത് ക്യാൻ വി ഹാവ് എ ടോക്ക് അറ്റ് 10 o'clock ടുമോറോ. ഞാൻ പറഞ്ഞു യു സെൻഡ് മീ ദ ലിങ്ക്, ബിക്കോസ് ആൾ ദുബായിൽ നമ്മളിവിടെ അല്ലേ ഉള്ളത്. സെൻഡ് മീ ദ ലിങ്ക്. സർ നോ നോ നോ, ഐ കം ടു പോളണ്ട്. ഹി ഫ്ലൂ ഡൗൺ. അന്ന് രാത്രി എമിറേറ്റ്സിൽ പുള്ളി 10 മണിക്ക് ഇവിടെ വന്ന് ഇറങ്ങി. നെക്സ്റ്റ് ഡേ മോർണിംഗ് 10 o'clock ഹീസ് അറ്റ് ഓഫീസ്. 3 മണിക്കൂർ സംസാരിച്ചു, 3 വർഷത്തേക്കുള്ള കോൺട്രാക്ട് സൈൻ ചെയ്തു. ആൻഡ് ദേ പെയ്ഡ് അഡ്വാൻസ് ബിക്കോസ് ഇറ്റ്സ് മലയാളി. അത് റീസണിങ് മലയാളിയാണ്. ചേട്ടൻ പറഞ്ഞു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം പറഞ്ഞത് എന്താ വെച്ചാൽ ഈ മലയാളിക്ക് അംബാസിഡേഴ്സ് 3 ഇത്ര ആൾക്കാരാണ്. അതെ, 4 കോടി ആൾക്കാരാണ്. ഒബ്വിയസ്ലി ബിക്കോസ് മലയാളി എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഇമോഷൻ, ഇറ്റ്സ് എ ബ്രാൻഡ് ഇറ്റ് സെൽഫ്. അപ്പം ഞാനൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത ആളല്ല, ഞാനൊരു ബ്രാൻഡ് എടുത്തൊരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്ത ആളാണ്. നേരെ തിരിച്ച യൂഷ്വലി എല്ലാവരും പ്രൊഡക്ട്സ് ഉണ്ടാക്കിയിട്ട് അത് ബ്രാൻഡാക്കി മാറ്റും. ഞാനൊരു ബ്രാൻഡ് എടുത്ത് പ്രൊഡക്റ്റാക്കി മാറ്റി. അതാണ് അതിൻ്റെ വ്യത്യാസം. ഞാൻ എല്ലാവരും പറയുന്ന കാര്യം ഇത് തന്നെയാണ്. നമുക്ക് പ്രത്യേകിച്ച് വേറെ ബ്രാൻഡ് അംബാസിഡർ വേണ്ടി വരുന്നില്ല. വി ആർ എവ്രിവെയർ. ഇപ്പോൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിലും എല്ലാ ഇന്ത്യൻസിനെ എടുത്താലും ലോകത്തുള്ള 192 കൺട്രീസിൽ പ്രസൻറ്റ് ആയിട്ടുള്ള ഇന്ത്യൻസിൽ എല്ലാ രാജ്യത്തുള്ള ഒരേ ആൾക്കാർ മലയാളികളാണ്. മലയാളി എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ പണ്ട് പറഞ്ഞ ആ ഡയലോഗ് നമ്മൾ കോപ്പി അടിച്ചിട്ടാണ് ഇപ്പൊ ഫുൾ മാർക്കറ്റിംഗ് പോകുന്നത്. വേറെവർ യു ഗോ ഐ ആം ദേർ. ഗാഥ ജാം അല്ല, അതിന് പകരം മലയാളി. അപ്പോ വേറൊരു കാര്യം ചോദിക്കാന്ന് വെച്ചാൽ ഇപ്പൊ ഒബ്വിയസ്ലി ചേട്ടൻ ഈ ബിയറിന്റെ ഫ്യൂച്ചർ ഫോർകാസ്റ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ പണ്ട് ചേട്ടൻ ഇതിങ്ങനെ ഒരു ഇത്ര ഗ്രോത്ത് ഒന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഇപ്പൊ എങ്ങനെയാ അതിന്റെ ഗ്രോത്ത് ചേട്ടൻ കാണുന്നത്, ഫോർകാസ്റ്റ് ചെയ്യുന്നത്, അതിന്റെ ഫ്യൂച്ചർ ഫോർകാസ്റ്റ് ചെയ്യുന്നത് ഈ കൊല്ലം? അതായത് ഈ കൊല്ലം എന്ന് പറയുന്നത് ഡിസംബർ വരെ എന്നല്ല. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് ടു മാർച്ച്. അത് ഈ മറ്റേ നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയാം. ആ ഇയറിൽ നമ്മൾ നോക്കുന്നത് ഇപ്പോൾ വി ആർ ഇൻ 9 കൺട്രീസ്. ആ നെക്സ്റ്റ് മാർച്ച് ആകുമ്പോഴേക്കും വിൽ ബി ഇൻ 20 കൺട്രീസ് ഉണ്ടാവും. വിൽ ഗോ അറൗണ്ട് എ ടേൺ ഓവർ ഓഫ് $3 million ഈസിലി. ആൻഡ് വി ആർ ഡൂയിങ് എ ഡീസൻറ്റ് മാർജിൻസ് ഓൺ ദാറ്റ്. ആൻഡ് ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രൊജക്ഷൻ. അത് മലയാളിയിൽ മാത്രം. പക്ഷേ വി ആർ കമ്മിങ് വിത്ത് 2 more പ്രൊഡക്ട്സ്. അടിപൊളി എന്ന് പറഞ്ഞൊരു സാധനം ഇറങ്ങുന്നുണ്ട്, വിച്ച് ഈസ് എൻ ഐസോട്ടോണിക് വാട്ടർ. അതായത് ഈ എനർജി ഡ്രിങ്ക് എന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് മഗ്നീഷ്യം, വിറ്റമിൻസ് ഉള്ള പോലെ ഇറ്റ്സ് മോർ ഹെൽത്ത്. അത് ഓഷയില്ലേ, അതിൻ്റെ സിമിലർ ആയിട്ടുള്ളത്. പക്ഷേ ദിസ് ഇസ് ഫോർ ഇവിടുത്തെ മാർക്കറ്റിനേക്കാൾ കൂടുതൽ ഈ ചൂടുള്ള കൺട്രിയിൽ ദിസ് ഇസ് ബെറ്റർ. ആൻഡ് ദിസ് ക്യാൻ ബേസിക്കലി റീപ്ലേസ് ഈ പറഞ്ഞ പോലെ അൺവാണ്ടഡ് എനർജി ഡ്രിങ്ക്. ഷുഗർ കണ്ടന്റ് ഇതിൽ നാച്ചുറൽ ഷുഗേഴ്സ് മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇറക്കുന്നത്. ആൻഡ് ലൈം ഫ്ലേവേർഡ്. നമ്മുടെ നാട്ടിൽ നാരങ്ങ വെള്ളം അല്ല ചൂടത്ത് കുടിക്കാറുണ്ടായിരുന്നു പണ്ട്. ഇതിൽ കുറച്ച് നമ്മൾ സോഡ ഒഴിക്കുന്നത് മാത്രം. സോ സിമിലർലി വി ആർ കമ്മിങ് ഔട്ട് വിത്ത് ദാറ്റ്. ഇതെല്ലാം കഴിഞ്ഞപ്പം ഈ നോൺ ആൽക്കഹോളിക് ബിയർ, അത് യൂറോപ്പിലെ നോൺ ആൽക്കഹോളിക് എന്ന് പറഞ്ഞാൽ അപ് ടു 0.5% ഇസ് കൺസിഡർഡ് നോൺ ആൽക്കഹോളിക്. അതായത് കുടിച്ചിട്ട് ഡ്രൈവ് ചെയ്യാം. മിഡിൽ ഈസ്റ്റിൽ പോവുകയാണെങ്കിൽ ദേ ഹാവ് എ ഫെയ്ത്ത്. അപ്പം നമ്മളിപ്പോൾ എന്ത് ചെയ്യുമ്പോഴും ആ ഒരു ഫെയ്ത്ത് ഉള്ളത് കൊണ്ട് വി ഹാവ് ടു കൺസിഡർ ദാറ്റ് ആസ് വെൽ. ഇപ്പോൾ നമ്മൾ എവിടെയും ഹലാൽ കാണുന്നുണ്ട്, കോഷർ കാണുന്നുണ്ട്. വൈ? ബിക്കോസ് യു ആർ റെസ്പെക്ടിങ് ദ ഫെയ്ത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 0.0 വിച്ച് ഇസ് കംപ്ലീറ്റ്ലി 0 വിത്ത് സർട്ടിഫിക്കേഷൻ നമ്മളവിടെ എൻട്രി ചെയ്യുന്നുണ്ട്, മലയാളി വെർജിൻ എന്ന് പറഞ്ഞിട്ട്, വിച്ച് വിൽ ബി ലൈക്ക് ഡൗൺ ദ ലൈൻ ഇൻ 3-4 months. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടുത്തെ റൂൾ പ്രകാരം വി ക്യാൻ ക്ലെയിം 0.0. നമുക്ക് ഈ 0.2% ഉള്ളൂ. പക്ഷെ ആ 0.2 ഉള്ളത് വി ക്യാൻ റൈറ്റ് 0.0 ആൻഡ് വി ക്യാൻ സ്റ്റിൽ സെൽ ഇറ്റ്. പക്ഷെ അത് നമുക്ക് ഈ പറഞ്ഞ പോലെ അത് നമ്മൾ ചെയ്യുന്നൊരു തെമ്മാടത്തിലായി പോകും, തെറ്റായി പോകും. ഇപ്പോൾ ഇഫ് യു ലുക്ക് അറ്റ് ഹൈനിക്കൻ, ദേ ആർ ബിഗർ കമ്പനി, ടോട്ടൽ റെസ്പെക്ട് ടു ദം. 0.0 ഹൈനിക്കൻ നിങ്ങൾ ചുമ്മാ ഗൂഗിൾ ചെക്ക് ചെയ്താൽ
it has 0.03%. And they're still selling in the Middle Eastern market. ഓ So we didn't want to take that path. പക്ഷെ നമ്മൾ വി കമ്മിങ് ടു ദാറ്റ് ആൻഡ് ആ ലാർജസ്റ്റ് സ്കോപ്പ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന രീതിയിലും കൂടി അല്ലേ? ആബ്സല്യൂട്ട്ലി. സോഷ്യൽ പറഞ്ഞാൽ ഇപ്പം ആരും അറിഞ്ഞിട്ടല്ല, പക്ഷെ എനിക്കൊരു ഇതുണ്ടാവില്ല, Moral മനസ്സിലൊരു value, കോൺഷ്യസ് ഉണ്ടാവില്ലേ നമ്മൾ ചെയ്യുന്നതിലുള്ള ഒരു തെറ്റ് നമുക്കറിയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് എ ലാർജർ ക്രൈം. വിൽക്കുന്ന കള്ളൊക്കെ ആയിക്കോട്ടെ, പക്ഷെ എന്നാലും അതിലൊരു നെറി വേണമല്ലോ. നെറിവേട് കാണിക്കാൻ ഫ്യൂച്ചറില് ഈ ഇന്ത്യയിൽ എക്സ്പാൻഡ് ചെയ്യാനോ കേരളത്തിൽ എക്സ്പാൻഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? ഇന്ത്യ ഇസ് ദ ഡ്രീം. ലോകത്ത് ഏത് കമ്പനി വേണം, ഇന്ത്യ ഇസ് ദ ഡ്രീം. ബിക്കോസ് അതിൻ്റെ പോലത്തെ ഒരു മാർക്കറ്റ് ലോകത്ത് വേറെ എവിടെയില്ല. ഇന്ത്യയിൽ യെസ്, പക്ഷേ ഇന്ത്യയിൽ എൻട്രി ചെയ്യുന്നതിന് കുറേ എൻക്വയറി വന്നിരുന്നു ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് തന്നെ. പക്ഷേ ഇന്ത്യയിൽ എൻട്രി ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ മനസ്സിലൊരു പ്ലാൻ എന്താണെന്ന് വെച്ചാൽ 3 US, UK, UAE ഈ 3 കൺട്രീസിൽ എൻട്രി ചെയ്യുക, അവിടെയുള്ള ഇന്ത്യക്കാർ ഫെമിലറൈസ് ചെയ്യുക. ദെൻ ദ നീഡ് ഇൻ ഇന്ത്യ വിൽ ഗ്രോ ഓട്ടോമാറ്റിക്കലി. ബിക്കോസ് ബാക്കി എല്ലാ ഇന്ത്യൻ ബ്രാൻഡ്സും ഇപ്പോൾ ബീറെ ആയിക്കോട്ടെ, കിങ്ഫിഷർ ആയിക്കോട്ടെ, കിങ്ഫിഷർ ഇസ് നോ മോർ ഇന്ത്യൻ, ഇറ്റ്സ് വിത്ത് ഹൈനിക്കൻ. കോബ്ര ഇസ് നോ മോർ ഇന്ത്യൻ, അത് മോൾസൺ കോൾസ് US കമ്പനിയാണ്, സ്റ്റിൽ നോൺ എസ് എൻ ഇന്ത്യൻ ബ്രാൻഡ്. ഇപ്പോൾ ബാക്കി പുതിയ കമ്പനീസ് ഇന്ത്യയിൽ വരുന്നുണ്ട്, പക്ഷേ അതൊക്കെ ഇന്ത്യയിൽ വന്നിട്ട് ദേ ട്രൈങ് ടു ഗോ ഔട്ട്. സോ വി ആർ വൺ കമ്പനി ഗോയിങ് ഇൻ. അപ്പോൾ അവിടെയും ഒരു വ്യത്യാസം വേണമല്ലോ. അപ്പോൾ വി വിൽ ഡെഫിനറ്റ്ലി ഗോ. പക്ഷേ US ലോഞ്ച് ഇക്കൊല്ലം ഉണ്ട്. US കഴിഞ്ഞിട്ട് വിൽ ഡെഫിനറ്റ്ലി എൻ്റർ ഇന്ത്യ. ഇപ്പൊ ഇന്ത്യനെ കുറിച്ച് ചോദിച്ചപ്പോൾ തന്നെ ഒരു ഫോളോ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പോൾ ആസ് എൻ ഇന്ത്യ ഇപ്പോൾ കുറെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടാവില്ലേ? വൈ മലയാളി? യു ക്യാൻ നെയിം തമിഴ്, യു ക്യാൻ നെയിം ലൈക്ക് എനി ബോളിവുഡ് ബിയർ സംഭവം. യെസ്. അപ്പൊ എന്തുകൊണ്ട് മലയാളി എന്നൊരു പേര് റെപ്രസെന്റ് ചെയ്തു? ആ ഒറ്റ ഉത്തരവേ ഉള്ളൂ. എല്ലാവരോടും ഞാൻ പറയുന്നത്, നിങ്ങൾക്കൊരു കൾച്ചർ അറിയണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ റീജിയണൽ മൂവി ഇരുന്ന് കാണുക. നിങ്ങൾ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ഏത് പടം എടുത്ത് കണ്ടാലും കള്ളുടിക്കുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കാണിക്കുന്ന ഡെപ്പിക്ട് ചെയ്യുന്ന വെച്ചാൽ ഒന്നെങ്കിൽ ഗുണ്ട, അല്ലെങ്കിൽ വല്ല ബലാത്സംഗം ചെയ്യുന്ന ആള്, വില്ലന്മാർ, നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ആണ് കൂടുതലും. ആൽക്കഹോൾ നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ ലാലട്ടൻ 10 പേരെ ചുറ്റിയിരുത്തി വെള്ളത്തിൽ സെലിബ്രേറ്റ് ചെയ്യുക. വി ആർ സെലിബ്രേറ്റിംഗ് ലൈഫ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നല്ലൊരു പേരായി ഇടാനില്ല. പിന്നെ ചേട്ടൻ പറഞ്ഞ വേറൊരു ഇപ്പൊ മലയാളി എന്നുള്ള വാക്കില്ലേ, ഇപ്പൊ അത് ഫോർ എ പോളിഷ് ഗായ് മലയാളി എന്നുള്ളത് ഇപ്പൊ അതൊരു ഇന്ത്യൻ ആയിട്ട് റിലേറ്റ് ചെയ്യില്ല. ആ വാക്ക് ഒരിക്കലും അത്ര നോൺ ഇതല്ല. അപ്പൊ ആ വേർഡിന് ഒരു അപ്പീൽ ഉണ്ടല്ലോ, ഒരു കണക്ഷൻ. ഇനിയിപ്പോ ഇത് നോക്കിയിട്ട് ചിലപ്പോ ഇന്ത്യ ഇതിനെ കുറിച്ച് അറിയുന്ന മലേഷ്യ ആണെന്ന് വിചാരിച്ച് കുടിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ മലയാളി എന്നുള്ള ബിയർ ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ മെക്സിക്കൻ റെസ്റ്റോറൻറ്റ്സ്, ഇവിടെ കുറച്ച് ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റുകളുണ്ട്, ചില പോളിഷ് ലൗഞ്ചുകളിലുണ്ട്. ബിക്കോസ് അവിടെ ഒരു എക്സോട്ടിക് ബിയറാണ്, അല്ലാണ്ട് അവർക്കൊരു ഇന്ത്യൻ ആയിട്ടുള്ള ഇന്ത്യൻ ബിയർ അല്ല. ബിക്കോസ് എൻ്റെ ഒരു കോൺസെപ്റ്റിൽ ഹൈനിക്കൻ എന്നുള്ളത് ആരും, ഇപ്പം നിങ്ങളായാലും ആരായാലും ഇറ്റ് ഈസ് എ ഡച്ച് ബിയർ എന്ന് പറയുന്നില്ല. കാൾസ്ബർഗ് ഇസ് നോട്ട് എ ഡാനിഷ് ബിയർ എന്ന് ആരും പറയുന്നില്ല. ഇറ്റ്സ് ഇന്റർനാഷണൽ ലാഗർ. വൈ കാണ്ട് വി ഹാവ് എൻ ഇന്റർനാഷണൽ ലാഗർ? ഇപ്പോൾ ദോ വി സേ ഇപ്പോൾ കിങ്ഫിഷറിനെ അല്ലെങ്കിൽ എന്തായിരിക്കുന്നത് നമ്പർ 1 ഇന്ത്യൻ ബിയർ. വൈ? വി ആർ ഇന്റർനാഷണൽ ലാഗർ. അതിൽ ഇന്റർനാഷണൽ ലാഗർ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും വി ആർ മോർ സ്പെസിഫൈങ് ഇന്ത്യൻ. അതുകൊണ്ട് നമ്മൾ കേർട്ടൈൽ ചെയ്യുക ചെയ്യുന്നത്. ബിക്കോസ് ആൾക്കാരുടെ മൈൻഡിൽ ആ ഒരു തോട്ട് പ്രോസസ് കൊടുക്കുന്നത് ഇത് ഇന്ത്യൻ ഭക്ഷണത്തിനൂടെ കുടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, അത് ഇന്ത്യയിൽ ഒതുങ്ങി നിൽക്കണം. എക്സാക്ട്ലി. നോ, യു ക്യാൻ ഡ്രിങ്ക് ഈവൻ വിത്ത് ചിപ്സ്, ഈവൻ വിത്ത് പാസ്ത. സോ വി വോണ്ട് ടു ഗോ ഔട്ട്. അത് ഈ വേർഡിനെ കൊണ്ട് പറ്റും എന്നുള്ളത് മനസ്സിലായതുകൊണ്ടാണ് വി ആർ ഗോയിങ് ഇൻ ദോസ് ലൈൻസ്. നൈസ്. പിന്നെ വേറെ ചോദ്യം എന്താ വെച്ചാൽ, ഇപ്പൊ ചേട്ടൻ പോഡ്കാസ്റ്റിന് വിളിച്ചപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് തന്നെ വന്നു. അപ്പോൾ ചേട്ടൻ എപ്പോഴും എനിക്കറിയാം, ചേട്ടൻ മറ്റേ സ്റ്റാർട്ടപ്സ് മെന്റർഷിപ്പിനൊക്കെ എപ്പോഴും ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ഒരാളാണ്. അപ്പം അതിൻ്റെ ഒരു പാസ്റ്റ് എന്ന് പറഞ്ഞാൽ ചേട്ടൻ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒപ്പം കുറച്ച് കാലം PA ആയിട്ട് വർക്ക് ചെയ്യുന്നില്ലേ, അതിനെ പറ്റി എങ്ങനെയാ? 1 വർഷം ബോബിയേട്ടൻ്റെ കൂടെ 1 വർഷം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈസി ആയിട്ട് വന്നു എന്ന് പറഞ്ഞാലും ഇപ്പം ഇത് നിങ്ങളുടെ പോഡ്കാസ്റ്റാണ്, ഇറ്റ് ഈസ് യുവർ ബേബി. അതിനെന്താണോ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് വിച്ച് ഐ ഷുഡ് ഡു. ബിക്കോസ് ഇപ്പോൾ നമുക്കിപ്പോൾ നിങ്ങൾ നാളെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് വേറെ ആൾക്ക് എന്തെങ്കിലും ആവശ്യം വേണമെങ്കിൽ നിങ്ങളും ചെയ്യും അത്. ദ റീസൺ ബീയിങ്, എനിക്ക് ബോബിയേട്ടനായിട്ടാണെങ്കിലും ഞാൻ എൻ്റെ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, കോളേജ് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഐ വാസ് വർക്കിംഗ് ഫോർ പ്രൊഡൻഷ്യൽ ICICI യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് വിൽക്കുക. അന്ന് അവർ നമുക്കൊരു ലിസ്റ്റ് തരും, ഈ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസിൻ്റെ ലിസ്റ്റ് തരും. അതിൽ നമ്മൾ ഓരോരുത്തരെ വിളിക്കുക, അപ്പോയിൻമെൻറ്റ് എടുക്കുക, കാണുക. അതിലൊരു ക്യാരക്ടറായിരുന്നു മിസ്റ്റർ ബോബി ചെമ്മണ്ണൂർ. പുള്ളി ഒരു 91 days എല്ലാ ദിവസവും പുള്ളി കൃത്യമായ എണ്ണം വെക്കാൻ കാരണം വെച്ചാൽ എനിക്ക് ആ ദിവസമാണ് പുള്ളിയെ കിട്ടുന്നത്, അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത്. ഹി ഓൾവേസ് പിക്സ് ഫോൺ. പക്ഷെ വിളിച്ചാൽ അയ്യോ സോറി ഞാൻ ഡൽഹിയിലാണ്, കാരവൻ നോക്കാൻ വന്നതാണ്, അല്ലെങ്കിൽ ഞാൻ ദുബായിലാണ്, അവിടെയാണ്. ഇറ്റ് വാസ് ഓൾവേസ് ലൈക്ക് ദാറ്റ്. പക്ഷേ ഫൈനലി 91st day ഓണമാണ്, നെക്സ്റ്റ് ഡേ ഞാൻ നാട്ടിലുണ്ട്, ഓണമാണ്, എനിക്ക് ലഞ്ച് ഉണ്ട് കണ്ണൂർ, നിനക്ക് സമയമുണ്ടെങ്കിൽ യു ക്യാൻ കം ആൻഡ് എക്സ്പ്ലെയിൻ മീ ഇൻ ദ കാർ.
ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചതെന്ന് വെച്ചാൽ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ആൾ, അപ്പോൾ ആളുടെ സർക്കിൾ ഏതാണ്ട് ഇതേപോലത്തെ അഫ്ലുവൻ്റ് ആയിട്ടുള്ള നെറ്റ്വർക്ക് ആയിരിക്കുമല്ലോ, കണ്ണൂർ ആരോ കാണാൻ പോകണം. സോ ഞാൻ ചിന്തിച്ചത് ഓക്കെ ഐ വിൽ ഗോ, ബിക്കോസ് ബോബി മാത്രമല്ല അവിടെ ചെന്നാൽ ആ ആളെയും കൂടി നമുക്ക് സംസാരിക്കാം. യെസ്, അപ്പം അങ്ങനെയാണ് പുള്ളി അടുത്ത് പോകുന്നത്. വണ്ടിയിലിരുന്ന് പുള്ളി ഓരോ ചോദ്യം ചോദിക്കുകയായിരുന്നു. അപ്പോൾ ഇത് നമുക്കുണ്ടായിരുന്ന പ്രൊഡൻഷ്യൽ ഇത്ര ഇട്ട് കഴിഞ്ഞാൽ ഒരു കൊല്ലം 14% റിട്ടേൺസ് വരും, ബിക്കോസ് നമ്മൾ ഈ ഇടുന്ന പൈസ പൂൾ ചെയ്തിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്ര ഷെയർ ഇന്ന സെഗ്മെൻറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ പുള്ളി ചോദിക്കുന്നുണ്ട്, ഞാൻ എല്ലാത്തിനും ഉത്തരം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇത്രയും ചോദ്യം ചോദിക്കുമ്പോഴും എൻ്റെ മനസ്സിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീസ് റിയലി ഇൻട്രസ്റ്റഡ്. അതുകൊണ്ടാണല്ലോ ഇത്രയും അറിയുന്നത്. സോ ഞാൻ ഇമാജിൻ ചെയ്യുന്നതും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുകയും ചെയ്യുന്നുണ്ട്, ഒരു 25 lakhs ഒക്കെ നല്ല ടിക്കറ്റ് സൈസാണ്, അതാണെങ്കിൽ നല്ലതാണ്. ഓക്കെ നമുക്ക് നോക്കാതെ കുഴപ്പം. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, ഓക്കെ 25 ലക്ഷം എന്ന് പറയുമ്പോൾ എനിക്ക് കമ്മീഷനാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. ബിക്കോസ് 12% വാസ് ദ കമ്മീഷൻ. ബിക്കോസ് അന്ന് ഈ പെയ്ഡ് ജോബ് അല്ല, നമ്മൾ കമ്മീഷൻ ഏജന്റ്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്ന ആ രീതിയിലാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കണ്ണൂരെത്തി ആ വീട്ടുകാരുടെ ഇപ്പോൾ ആ ബോബി വരുമോ ഇതാരാന്ന് വെച്ചപ്പോൾ ഇത് എൻ്റെ PA ആണെന്ന്. അതുവരെ ഞാൻ ഇന്ന് സംസാരിക്കുന്നു, പുള്ളി PA എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് വല്ലതും പറയാൻ പറ്റുമോ അവരോട് ഇതിനെക്കുറിച്ച്. ലഞ്ചൊക്കെ കഴിഞ്ഞു വണ്ടി കയറുമ്പോൾ പുള്ളി ചോദിച്ചു, നിനക്ക് വിഷമമൊന്നും ആയില്ലല്ലോ? ഞാൻ പറഞ്ഞു ഇല്ല, എന്നാ നീ നാളെ മുതൽ ജോയിൻ ചെയ്തോ. ദിസ് ഇസ് ഹൗ ഐ ജോയിൻഡ് ഹിം. പുള്ളി എനിക്ക് മുമ്പ് പറഞ്ഞത് ഇത്രയും പറഞ്ഞുള്ളൂ, നീ എനിക്ക് ഇത്രയും പറഞ്ഞെന്ന കാര്യം, ഐ ഹാവ് സർട്ടൻ ഐഡിയാസ് വിത്ത് എൻ്റെ ബിസിനസ്, ഐ വോണ്ട് ടു ഹാവ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഇത് കൺവേർട്ട് ചെയ്യണം, ചേഞ്ച് ചെയ്യണം, ചെമ്മണ്ണൂർ ഗ്രോ ചെയ്യണം. അപ്പോൾ അതിന് നീ പറഞ്ഞു തന്ന കാര്യങ്ങൾ അതെങ്ങനെയാണ് ചെമ്മണ്ണൂരിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുക. ദിസ് ഈസ് ബിഫോർ ഇത്ര ഒരു ഫെയിം കിട്ടുന്നതിന് മുന്നേ അല്ലേ? യെസ്, ഹി ഹാഡ് ലൈക്ക് 6 ജ്വല്ലറീസ് ആ സമയത്ത്. അന്ന് പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്നില്ല, ഇറ്റ് വാസ് മോർ പാർട്ട്നേഴ്സും കാര്യങ്ങളും. പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പ്രൊജക്റ്റിന് ശേഷമാണ്. അത് ഐ എം നോട്ട് ക്ലെയിമിങ് ദാറ്റ് ഞാനാണത് ചെയ്തു കൊടുത്തതെന്നല്ല, ഹി ഹാഡ് ഹിസ് ഐഡിയ, ഐ വാസ് ഏബിൾ ടു ഇംപ്ലിമെൻറ്റ് ഇറ്റ് ഫോർ ഹിം. ആ ഒരു സ്ട്രക്ചർ ചെയ്ത് കൊടുക്കാൻ പറ്റിയിരുന്നു. ആൻഡ് ദാറ്റ്സ് ഹൗ ഇറ്റ് സ്റ്റാർട്ട്സ്. അതുകൊണ്ട് തന്നെ ഇന്നും ആ ഒരു ബന്ധം നിലനിന്ന് പോകുന്നുണ്ട്. ആൻഡ് ഇപ്പം നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതും ലോകം കാണുന്ന ബോച്ചെ എന്ന് പറയുന്നതും ഇങ്ങനെ ഓരോ ഇത് വെള്ളയും വെള്ളയിട്ടിട്ട് ഡാൻസ് ചെയ്യുന്നു അല്ലെങ്കിൽ അത് ചെയ്യുന്നു, ദാറ്റ് ഈസ് വൺ സൈഡ് വിച്ച് പബ്ലിക് വോണ്ട്സ്. ഇപ്പം അടുത്തുണ്ടായിരുന്ന ഡെഫിനറ്റ്ലി ഇപ്പം അടുത്തുണ്ടായ കോൺട്രവേഴ്സീസ് ആണെങ്കിലും ഇപ്പം നിങ്ങൾ ശരിക്കും ആ ടൈമിൽ നോക്കുമ്പോൾ ഒരാളെ ഇപ്പോൾ ജസ്റ്റിഫൈ ചെയ്യല്ല, ഒബ്വിയസ്ലി വാട്ട് ഇസ് സെഡ് ഇസ് റോങ്, അത് ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ വെൻ ഹി സ്റ്റാർട്ടിങ്ങിൽ കൈയടിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു പല രീതിയിലും. പിന്നെ അതിൻ്റെ ഗ്രാവിറ്റി കൂടി പോകുന്നത് എങ്ങനെയാണല്ലോ, എപ്പോഴും മെഷർ ചെയ്യുമല്ലോ എത്ര വരെ പോവാം എന്നുള്ളത്. പിന്നെ റീച്ച്ഡ് എ പോയിന്റ് വെർ ഇറ്റ് വെന്റ് ഔട്ട് ഓഫ് ഹാൻഡ് ആൻഡ് ഹി വാസ് ഫോർ ദെയർ. ഇപ്പോൾ പിന്നെ പുള്ളി ഓക്കെ ഹി അണ്ടർസ്റ്റാൻഡ്സ് എ മിസ്റ്റേക്ക് ആൻഡ് ഹി ക്ലെയിംസ് ഫോർ ഇറ്റ്. ഒരിക്കലും അത് പറയാൻ പാടില്ലായിരുന്നു, ചെയ്യാൻ പാടില്ലായിരുന്നു, വിച്ച് ഹി ഹസ് ഡൺ, ഇറ്റ്സ് എ റോങ് തിങ്. ഇത് അറിയാത്ത ബോച്ച വേറെ ഉണ്ട്. ഇപ്പം ഞാനൊക്കെ ആ സമയത്ത് കൂടെ ഉള്ളപ്പം ഹി ഗോസ് എവ്രിവെയർ ടു ചെക്ക്. ഇപ്പോൾ ജ്വല്ലറി ഫോർ എക്സാമ്പിൾ ഒരു ഇത് പറയുകയാണെങ്കിൽ കോയമ്പത്തൂർ പോയിരുന്നു. കോയമ്പത്തൂർ പോയി രാത്രി നേരത്ത് പുള്ളി ഡ്രൈവർ തോമസ് ചേട്ടനുണ്ട്, ഞാനുണ്ട്, ആൻഡ് ദേ ആർ കൺസ്യൂമിങ് ആൽക്കഹോൾ. കഴിഞ്ഞ് തോമസ് ചേട്ടൻ കിടക്കാൻ പോയി. 2 മണി പുലർച്ചെ 2 മണിയായി പറഞ്ഞു, വാ നമുക്ക് നടക്കാൻ പോവാം. 100 feet റോഡിലൂടെ വെറും ബനിയനും ഒരു ചെറിയൊരു ട്രൗസറും ഇട്ടിട്ട് നടക്കുകയാണ്. ഞാൻ പറഞ്ഞു ബോബേട്ടാ അത് എന്തിനാ, ഏത് ആംഗിളും നോക്കിക്കഴിഞ്ഞാൽ ജ്വല്ലറിയുടെ പ്രസൻസ് കറക്റ്റ് കാണാൻ പറ്റും, ഈ നേരത്തോടെ ആളില്ലല്ലോ. ഞാൻ പറഞ്ഞു ബോബേട്ടാ നമുക്ക് അനിലേട്ടനോട് പറഞ്ഞാൽ പോരെ, അനിൽ ഇസ് എ GM, ഇപ്പോഴും GM ആണ് പുള്ളി, പറയും. പക്ഷെ അവൻ വന്ന് കാണുന്നതും ഞാൻ കാണുന്ന ഒരേ കാഴ്ചപ്പാടാണെന്ന് എനിക്കറിയണം. എന്നെ വിശ്വസിച്ച് 600 കുടുംബം കടന്നുറങ്ങുന്നുണ്ട്. സോ ഐ ഹാവ് ടു ഡു മൈ ജോബ്. അങ്ങനത്തെ ഒരു ബോബി ഉണ്ട്, ഈസ് വെരി ഷ്രൂഡ് ഇൻ ബിസിനസ്. ബാക്കി എല്ലാ കാര്യത്തിലുണ്ടെങ്കിലും പിന്നെ ഒരു കാരണം എന്താ വെച്ചാൽ പലരും ചിന്തിക്കുന്ന രീതി, യെസ് ടൈം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു ഷെയർ. ബിസിനസ്സിൻ്റെ കാര്യത്തിൽ ഇറ്റ്സ് വെരി ഹാർഡ് ടു ഷെയർ. ഇപ്പം ഞാനിന്ന് വന്നു, ഇപ്പം നാളെ യാത്രയ്ക്ക് പോവാണ്, ബട്ട് അത് ഇന്ന് മാറ്റിയത്. സോ ഐ ഹാവ് കമ്മിറ്റഡ് സംതിങ്, അപ്പോൾ ഐ ഹാവ് ടു മേക്ക് സ്പേസ് ഫോർ ഇറ്റ്. എല്ലാ കാര്യത്തിലും ബോബേട്ടൻ അങ്ങനെയാണ്. ഹീ ഈസ് എ പേഴ്സൺ ഹൂ ഈസ് ആക്സസിബിൾ, ഹീ ഗിവ്സ് യു ടൈം ഇഫ് ദർ ഇസ് സംതിങ് വാല്യുബിൾ ടു ഓഫർ. അവിടെ പുള്ളി ഒന്നിനും ഈ അടച്ചു വെക്കുന്നതോ അല്ലെങ്കിൽ താൻ ബോബി ചെമ്മണ്ണൂരാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളല്ല. ദാറ്റ് ഈസ് സംതിങ് വിച്ച് ഐ ലേൺഡ്. അതേപോലെ തന്നെ സിമിലർ ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല, രണ്ട് ധ്രുവങ്ങളാണ്. ഇപ്പം യൂസഫ് ഭായ് പുള്ളിയായിട്ട് റിലേഷൻ, അതെ പുള്ളിയായിട്ട് റിലേഷൻ ആണെങ്കിലും ഇമാജിൻ ഹിസ് സൈസ്. യൂസഫ് ഭായ് എന്ന് പറയുന്നത് ലോകം അറിയുന്ന ഒരാൾ ആൻഡ് വേൾഡ്സ് ഫേമസ് മലയാളി, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അതിൻ്റെ മുകളിലേക്ക് വേറെ ആരും ഇല്ല, നോബഡി ടോപ്സ് ഇറ്റ്. പക്ഷേ പോയിരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഹീ ഈസ് മീറ്റിംഗ് മില്യൻസ് ഓഫ് പീപ്പിൾ. ഷെയ്ഖുമാരുടെ കൂടെ ഉള്ള ആൾക്കാരും എത്രയോ വലിയ ലീഡേഴ്സിനുള്ള ആൾക്കാരാണ്. പക്ഷേ എന്നെ പോലത്തെ ആൾ പോയിട്ട് സംസാരിക്കുകയാണെങ്കിൽ പോലും ഹി നെവർ മേക്സ് യു ഫീൽ സ്മോൾ വെൻ യു നെക്സ്റ്റ് ടു ഹിം.
ഈവൻ ദോ ഇറ്റ്സ് റെസ്പെക്ട് അല്ലേ ആ respect. ഞാൻ കണ്ടിട്ടുണ്ട്, വീഡിയോസ് കണ്ടിട്ടുണ്ട്, മൂപ്പര് കടയിലൂടെ ഒക്കെ പോയിട്ട് ആൾക്കാരുടെ Exactly. ഇറ്റ്സ് ലൈക്ക് ആൾക്കൊരു ആവശ്യമില്ല അതിന്റെ. അതന്നെ ഇപ്പൊ യൂസഫ് അലി ആൾക്കാർ പറയുമ്പോൾ ആര് ചിന്തിക്കുന്നത് ജെറ്റും മറ്റേ ഹെലികോപ്റ്റർ ഇതൊന്നും അല്ല. റോൾസ് റോയ്സ് ഒക്കെ അത് മാത്രമേ ആൾക്കാരോടുള്ളത്. ഡൗൺ ടു എർത്ത് ഹംബിൾ Exactly. ആയിരിക്കും. പുള്ളി ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ആൻഡ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതില്ലെങ്കിൽ ആ ഹംബിൾനെസ് ഇല്ലെങ്കിൽ യു ഗോയിങ് ടു ടംബിൾ. അല്ലാണ്ട് സത്യം പറഞ്ഞാൽ നമ്മളൊന്നും ഒന്നും എടുത്തുകൊണ്ട് പോകുന്നില്ല. ലിറ്ററലി യു ഗോയിങ് ടു ലീവ് എവറിത്തിങ് ആൻഡ് ഗോ. പക്ഷേ നമ്മളെല്ലാവരുടെയും ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും നമ്മളെല്ലാവരുടെയും ലൈഫ് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ കഴിഞ്ഞാൽ ആ ലെഗസി നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിപ്പോൾ 10 പേരോ 100 പേരോ ലക്ഷങ്ങളോ അറിയണം എന്നല്ല, നമ്മുടെ ക്ലോസ് ആയിട്ടില്ല. ഇപ്പോൾ ഒരു ജോലിക്ക് പോയി വരുന്ന ഒരാളാണ് ആൻഡ് ഹീ ഈസ് നോട്ട് ഡൂയിങ് എനിത്തിങ് സിഗ്നിഫിക്കൻറ്റ് ഇൻ പബ്ലിക്. അതായത് പബ്ലിക്കിൻ്റെ കണ്ണിൽ അയാൾ ചെയ്യുന്ന സിഗ്നിഫിക്കൻസ് എന്താ? അയാളുടെ കുടുംബം നോക്കുന്നുണ്ട്, ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് സിഗ്നിഫിക്കൻറ്റ്. പക്ഷേ അയാൾ ഇൻസ്പയർ ചെയ്യുന്ന ആരെയാണ്? അയാളുടെ മക്കളെ ആയിരിക്കും. അതുപോലും ദാറ്റ് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ്. ലൈഫ് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ്. അത് ചെയ്യണം നമ്മൾ. ആ ലെഗസി ലീവ് ചെയ്തിട്ട് വേണം പോകാൻ. അതാണ് ഏറ്റവും കൂടുതൽ കാര്യം ഇവരിൽ നിന്ന് പഠിക്കുന്നത്. ഇപ്പോൾ ബോബേട്ടനാണെങ്കിൽ അതെ, യുസുബാണെങ്കിൽ നാളെ ഒരു 10-20 വർഷം 30 വർഷം കഴിഞ്ഞാൽ ദേ മൈറ്റ് നോട്ട് എക്സിസ്റ്റ്, ദി എംപയർ സ്റ്റിൽ എക്സിസ്റ്റ്. അത് ബിൽഡ് ചെയ്ത് പോകുന്നു. ഇപ്പോൾ ടാറ്റയെ കുറിച്ച് ആളുകൾ, ടാറ്റ മരിച്ചപ്പോൾ എത്ര ആൾക്കാർക്ക് വിഷമം വന്നു? അയാളെ അറിഞ്ഞിട്ടാണോ? എക്സാക്ട്ലി. സോ അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും ഇങ്ങനത്തെ കാര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഈ ടൈം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ. നിങ്ങൾക്ക് 24 മണിക്കൂറേ ഉള്ളൂ, എനിക്കും ഉള്ളൂ, ആർക്കും അത്ര തന്നെ ഉള്ളൂ. ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ യു വോണ്ട് ടു സ്പെൻഡ് ഇറ്റ് ആൻഡ് വാട്ട് യു ഗെയിൻ ഔട്ട് ഓഫ് സ്പെൻഡിങ് ഇറ്റ്. ബോബേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു കാര്യം നേടുന്നത് വരെ അല്ലെങ്കിൽ മരിക്കുന്നത് വരെ ഇതിലേതെങ്കിലും ഒന്നും നടക്കും. ദാറ്റ് ഈസ് ഹിസ് ഫിലോസഫി. അത് ഞാൻ പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോൾ എന്നല്ല, വെൻ ഐ വാസ് വിത്ത് ഹിം ഇത്രയും കൊല്ലം മുന്നേ 2006 വെൻ ഐ വാസ് വിത്ത് ഹിം. ദാറ്റ് ഈസ് 19 years ബാക്ക്. അന്നുള്ള പോളിസി പുള്ളി പറയുന്ന ഒരു കാര്യം അതാണ്. ആൻഡ് ഐ ആം ഓൾസോ ലിവിങ് ഓൺ ദാറ്റ് സെയിം ഫിലോസഫി. ഒരു കാര്യം നേടുന്നത് വരെ അല്ലെങ്കിൽ മരിക്കുന്നത് വരെ ഇതിലേതെങ്കിലും ഒന്നും നടക്കും. അതായത് കംപ്ലീറ്റ് ഫോക്കസ്. ഇഫ് യു വോണ്ട് സംതിങ് 100% ഫോക്കസ്. ബാക്കി ഒന്നും നിൽക്കുന്നിട്ട് കാര്യമില്ല, വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇപ്പം നമുക്ക് അത് ഒരാളുടെയും കുറ്റമല്ല കേട്ടോ. നമ്മുടെ സൊസൈറ്റി ഡ്രൈവ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ പാരൻസ് എന്താ പറയുക, ഒരു കാര്യം ചെയ്യുമ്പോൾ അയ്യോ അവരെന്താ മോനെ വിചാരിക്കുക, ഇവരെന്താ മോനെ വിചാരിക്കുക. ഒരു കല്യാണത്തിൻ്റെ ആലോചന വരുമ്പോൾ അവരെ അന്വേഷിക്കുമ്പോൾ നാട്ടുകാരെന്ത് പറയും, നാട്ടുകാർ അവരെ പറ്റി എന്താ പറയുക, ഇങ്ങനത്തെ ഫാമിലിയാണ്. അപ്പോൾ അത് വേറൊരാളുടെ ഇതിൻ്റെ മുകളിൽ ഒരു റിപ്പോർട്ട് കാർഡിൻ്റെ മുകളിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു നാളെ ലെറ്റ്സ് സേ യു ഹാവ് എൻ ഐഡിയ. ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഇപ്പോൾ ഈ പറഞ്ഞ മലയാളി എന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനോട് പോയിട്ട് പറയുമ്പോൾ അല്ലെങ്കിൽ വീട്ടുകാരോട് പറയുമ്പോൾ അവരെന്താ പറയുക, ഇതൊക്കെ വേണം, ഒരു ജോലിക്ക് പോയാൽ പോരെ, സേഫായിട്ട് ചെയ്താൽ പോരെ, ഇത് ചെയ്ത് പ്രശ്നമായി കഴിഞ്ഞാൽ ഇത്ര വരും. അപ്പം നിങ്ങളൊരു കാര്യം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു 10 പേര് എന്തൊക്കെ പ്രശ്നങ്ങൾ വരാമെന്ന് പറയുമ്പോൾ സബ് കോൺഷ്യസ്ലി നിങ്ങളും ആ പ്രശ്നത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇതേ തന്നെ റിവേഴ്സായിട്ട് നിങ്ങളൊരു ഐഡിയ പറയുമ്പോൾ ഒരു 10 പേര് പറയുകയാണ് ഇത് ചെയ്താൽ നമുക്ക് ഇങ്ങനെയൊക്കെ ആവാൻ പറ്റും കേട്ടോ. ഓട്ടോമാറ്റിക്കായി നിങ്ങൾ ചിന്തിക്കുന്നത് പോസിറ്റീവ് സൈഡായിട്ടാണ്, എങ്ങനെ അത് അച്ചീവ് ചെയ്യാം എന്നുള്ളത്. സോ സബ് കോൺഷ്യസ്ലി അത് ട്രിഗർ ആവുകയാണ്. അപ്പോൾ ഈ നെഗറ്റീവ് ട്രിഗർ മാറ്റി പോസിറ്റീവ് ആക്കുക. ബോബേട്ടൻ ഇസ് എ പേഴ്സൺ ലൈക്ക് ദാറ്റ്. എന്ത് കാര്യം ചെന്ന് പറഞ്ഞാലും ഹി ലുക്സ് അറ്റ് ദ പോസിറ്റീവ് സൈഡ് ഓഫ് ഇറ്റ്. പിന്നെ നമ്മൾ ചെയ്യുമ്പോഴല്ലേ അറിയുള്ളൂ, അല്ലാണ്ട് അത് സ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ എപ്പോഴും. അല്ലെങ്കിൽ ഐഡിയാസ് ബുക്സിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതെങ്ങനെയാണ് ലൈഫിലേക്ക് വരുന്നത്, ബിക്കോസ് പീപ്പിൾ ട്രൈ ടു ഡു ഇറ്റ്. നമ്മളിപ്പോൾ ഈ പോഡ്കാസ്റ്റ് തുടങ്ങാൻ ഞങ്ങൾ പറഞ്ഞല്ലോ, ഇതേമാതിരി ഒരുപാട് ഭയങ്കര പേടിയാണ്. ഇതുവരെ നമ്മൾ ഇന്റർനെറ്റിൽ അങ്ങനെ ഇതായി വന്നിട്ടില്ല. നമുക്ക് കുറേ നെഗറ്റീവ് പാർട്സ് നമ്മൾ വിചാരിക്കുന്നത്, നമ്മൾ ഒബിയസ്ലി ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും അതുണ്ടായിരുന്നു എനിക്ക്. പിന്നെ ക്യാമറ ഫിയർ, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ റീച്ച് ഔട്ട് ചെയ്യും ആൾക്കാർ, ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾക്ക്. ബട്ട് സ്റ്റിൽ വി വർ ലൈക്ക് 1 point, ലെറ്റ്സ് ഡു ഇറ്റ്. അങ്ങനെ ഈ പറഞ്ഞ ഒരു കാര്യവും നമ്മുടെ ആരുടെയും കൺട്രോളുള്ളതല്ല. അപ്പോൾ വെറുതെ ചിന്തിച്ചിട്ട് കാര്യമില്ല, ഒന്നും കൺട്രോൾ ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനേ പോണ്ട. നമ്മള് എസ്പെഷ്യലി ഇപ്പൊ ഇന്റർനെറ്റിൽ ഒരു കാര്യം വൈറലായി കഴിഞ്ഞാൽ അത് 2 സൈഡ് ഉണ്ടാവും, 2 ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. നമ്മളതിനെ വിചാരിച്ച് ഹോൾഡ് ബാക്ക് ചെയ്തിരുന്ന അവിടെ നിൽക്കുകയുള്ളൂ. സി ഒബ്വിയസ്ലി ഇപ്പം ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു കേട്ടതാണ്, ഒരാൾ 100 നല്ല കമൻറ്റ് എഴുതി ഒരാൾ മോശം കമൻറ്റ് എഴുതി കഴിഞ്ഞാൽ ആ മോശം കമൻറ്റ് ബഗ് ചെയ്യും പലരെയും, അല്ലെങ്കിൽ ആ രീതി അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇപ്പം നമ്മുടെയൊക്കെ തന്നെ പ്രൊഡക്റ്റും ആ ഇടുന്ന പോഡ്കാസ്റ്റിൻ്റെയൊക്കെ എത്രയോ ആൾക്കാർ നെഗറ്റീവ് എഴുതുന്നവർ എഴുതട്ടെ, ദാറ്റ് ഈസ് വാട്ട് ദേ ക്യാൻ ഡു. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക. വി ആർ ലോഞ്ചിങ് പ്രൊഡക്ട്സ്, വി ആർ എക്സ്പ്ലോറിങ്, വി ആർ ഗോയിങ് എഹെഡ്. ഇതിനൊന്നും സമയമില്ല. ഈ കാർ ഓടിക്കുന്ന പോലെയാണ് ഇതെല്ലാം. ഈ കാറിൽ എന്തുകൊണ്ടാണ് ഫ്രണ്ടിലുള്ള വിൻസ്ക്രീൻ കണ്ടിട്ടുള്ളത് വലുതും റിയർ വ്യൂ മിറർ ചെറുതുമാണ്? ബിക്കോസ് ആ പോണ്ടത് പോയിക്കോട്ടെ, അതത്രേ ഉള്ളൂ, അതിനത്രേ സിഗ്നിഫിക്കൻസ് ഉള്ളൂ, അല്ലാണ്ട് വേറെ സിഗ്നിഫിക്കൻസ് അതിനില്ല. സോ ഇറ്റ്സ് ഓൾവേസ് ഗോയിങ് ഫോർവേഡ്. അപ്പൊ ഇത് തന്നെ ആയിരിക്കും ഒരു സക്സസിന്റെ
വൺ ഓഫ് ദ മാറ്റർ ഇത് തന്നെ ആയിരിക്കും. വേറെ പല കാര്യങ്ങൾ സക്സസിന്റെ ഡെഫിനിഷൻസ് ഈ സക്സസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് ഇൻ ദി അതേഴ്സ് ഐ. അല്ലാണ്ട് ഈ സക്സസ് എന്ന് പറയുന്ന ഒരു ഇൻഫിനിറ്റ് ആയിട്ടൊരു കാര്യമാണ്. ഫെയിലിയർ എന്ന് പറയുന്നതും ഇറ്റ്സ് ജസ്റ്റ് ഈ പറയുന്ന റോഡ് സൈഡിൽ ബ്ലോക്ക് നിൽക്കില്ലേ, ബ്ലോക്കിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇന്ന് 5 മണിക്ക് എത്താമെന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ ഇറങ്ങി, നമ്മുടെ അല്ലാത്ത കാര്യം കൊണ്ട് ഏതെങ്കിലും ആക്സിഡൻറ്റ് കാരണം നമ്മളൊരു മണിക്കൂർ വൈകി, ദാറ്റ് ഡസൻറ്റ് മീൻ ദറ്റ് യു ഫെയിൽഡ്. യു ഹാവ് ടു ടേക്ക് എ ഡീറ്റൂർ, വേറെ റൂട്ട് പോകേണ്ടി വന്നു. സോ ഫെയിലിയർ ഇസ് നെവർ എ ഡെഡ് എൻഡ്, ഇറ്റ്സ് എ ഡീറ്റൂർ, ബട്ട് സ്റ്റിൽ ഡെസ്റ്റിനേഷനിലേക്ക് പോവുക. ആ ഡെസ്റ്റിനേഷൻ എന്താണോ നിങ്ങളുടെ മനസ്സിൽ, വെൻ യു റീച്ച് ദാറ്റ് യു ക്യാൻ ഫീൽ സക്സസ്ഫുൾ. പക്ഷേ ഇത് ദുബായിലെ റൂളാണെന്ന് തോന്നുന്നു പറഞ്ഞത്, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. സക്സസ് എന്ന് പറയുന്നത് ഒരു നെവർ എൻഡിങ് ജേണിയാണ്. യു ആർ നെവർ ഗോയിങ് ടു അച്ചീവ് ഇറ്റ്, ബട്ട് യു ആർ ഗോയിങ് ടു പെർസ്യൂ ഇറ്റ്. സോ ഇറ്റ്സ് ഓൾവേസ് പെർസ്യൂയിങ് ഇറ്റ്. അതാണ് ഇപ്പോൾ സക്സസ് എന്ന് പറയുന്നത്. പലരും ഇപ്പം മറ്റേ നമ്മളെ പറയില്ല ഇയാൾ സക്സസ്ഫുൾ ആണ്, വി ആർ ഡിഫൈനിങ് സക്സസ് ഫോർ ദം. അവരുടെ സക്സസ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി. ഞാനൊക്കെ ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സക്സസ് എന്ന് പറയുന്നത് ലിറ്ററലി ഇപ്പോൾ എൻ്റെ ലൈഫ് കൊണ്ട് എനിക്കൊരു 10 പേരെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുകയാണ് ടു ഡു സംതിങ്, ദാറ്റ് ഇസ് സക്സസ് ഇനഫ് ഫോർ മീ. ഇന്നതായിക്കൊള്ളണമെന്നില്ല, ദാറ്റ് ഇഫ് ഐ കുഡ് ഇൻസ്പയർ സംബഡി ദാറ്റ്സ് മോർ ദൻ ഇനഫ്. ഐ ആം സാറ്റിസ്ഫൈഡ് വിത്ത് ഇറ്റ്. That's good one. പിന്നെ ചേട്ടാ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ നമ്മളെ കാണുന്നവർ സ്റ്റാർട്ടപ്സ് അവരൊക്കെ ഹോൾഡ് ബാക്ക് ചെയ്തിരിക്കണം. ചേട്ടൻ പറഞ്ഞ ഒരുപാട് അവരുടെ ഒരു അവർക്ക് ഓരോ ഇൻസ്പിറേഷൻ ആവും. പക്ഷെ അഫ്കോഴ്സ് അതിന് കറക്റ്റ് റൈറ്റ് ഡിസിഷൻസ് അറ്റ് റൈറ്റ് ടൈം കുറേ കാര്യങ്ങളില്ലേ അങ്ങനെ. ഇപ്പോൾ ഒരു പുതിയ വരുന്ന ഓൺടർപ്രണേഴ്സിനോട് എന്താ പറയാനുള്ളത് ചേട്ടന്? ആദ്യം തന്നെ ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ബിസിനസ് എന്താണെങ്കിലും, നമ്മൾ ഈ പറഞ്ഞ ജഡ്ജ്മെൻറ്റ്സിൻ്റെ മുമ്പിൽ ഈ പറഞ്ഞ നമ്മളൊരു ജഡ്ജ്മെൻറ്റ് ബാക്കിയുള്ള ജഡ്ജ് ചെയ്യുമെന്നുള്ള ആ ഒരു ഫിയർ, അത് വേർഡ് ഇസ് എക്സാക്ട്ലി ഫിയർ. എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ് ഫിയർ. ആ ഫിയർ എന്നുള്ള 2 വേർഷനിൽ ചിന്തിക്കാം ഒരു കാര്യം വരുമ്പോൾ. വൺ ഇസ് ഫൊഗെറ്റ് എവറിത്തിങ് ആൻഡ് റൺ, അല്ലെങ്കിൽ ഫേസ് എവറിത്തിങ് ആൻഡ് റൈസ്. ദാറ്റ് ഡിറ്റർമിൻസ് ദ ഡിഫറൻസ്. ആൻഡ് ഈ ഓൺടർപ്രണേഴ്സിനോട് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, അല്ലെങ്കിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്ത് തുടങ്ങുന്നതിൽ നിങ്ങളുടെ ഐഡിയ ആണ്, നിങ്ങളുടെ ഐഡിയേഷനാണ്. നാളെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഏറ്റവും വലിയ കുഴപ്പമെന്നല്ല ലോകത്തെ ഏറ്റവും കുഴപ്പമെന്നല്ല, ഏറ്റവും വലിയൊരു വിഷമം എന്ന് പറയുന്നത് റിഗ്രറ്റ് ഇസ് സംതിങ് വിച്ച് വിൽ നെവർ ഗോ ഫ്രം അസ്. നമ്മളത് ചെയ്തില്ലല്ലോ, അല്ലെങ്കിൽ അത് പറ്റിയില്ലല്ലോ, അത് ചെയ്യാതിരുന്നില്ലേ എന്ന് പറയുന്ന റിഗ്രറ്റ് ഒരിക്കലും നിങ്ങൾക്ക് വാഷ് ഔട്ട് ചെയ്യാൻ പറ്റില്ല, ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കണമെങ്കിൽ എന്ത് തന്നെ ആയിക്കോട്ടെ, ആൻസർ ഫെയിലിയർ അയക്കാം, എന്തും ആയിക്കോട്ടെ, ട്രൈ ഇറ്റ്, ട്രൈ ആൻഡ് ഫെയിൽ. എന്തും യു ട്രൈ ആൻഡ് ഫെയിൽ. ട്രൈ ചെയ്യാതെ ഡോണ്ട് സ്റ്റോപ്പ് ഇറ്റ്, ഗോ ഫോർ ഇറ്റ്. എന്തും തന്നെ ആയിക്കോട്ടെ, ഈ പറഞ്ഞ പേടിച്ചിട്ടൊരു കാര്യമില്ല. ആൻഡ് നമ്മൾ ട്രൈ ചെയ്യുമ്പോഴേ അറിയുള്ളൂ. ഇപ്പോൾ ഈ ലോകത്ത് ഏത് ബിസിനസ് നിങ്ങളെടുത്തോ, അത് ആരെങ്കിലും ട്രൈ ചെയ്ത് വന്നതല്ലേ. ഇപ്പം ലെറ്റ്സ് സേ വൺ ബിഗ് എക്സാമ്പിൾ ഇസ് എലാൻ മസ്ക്. ഹി ഈസ് വൺ ഇൻസ്പിറേഷൻ, വൺ ഹെൽ ഓഫ് എൻ ഇൻസ്പിറേഷൻ. പുള്ളി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതും കഴിഞ്ഞു പോലും. സോ ഹീസ് ചാലഞ്ചിങ് ഇറ്റ്, വാട്ട് എവർ ഇസ് നോട്ട് എ നോർമൽ നോം. പക്ഷെ അത് ചെയ്ത് കഴിയുമ്പോൾ എന്തായി, നൗ ഇറ്റ് ബിക്കംസ് എ നോർമൽ നോം. ഇപ്പോൾ ടെസ്ല എന്ന് പറഞ്ഞ കാറിന് മുന്നേ കുറേ ഗോൾഫ് കാർട്ടുണ്ട് ഇലക്ട്രിക് ആയിട്ട്, പക്ഷെ മാസ് മാർക്കറ്റ് ആയിട്ട് പുള്ളി കൊണ്ടുവന്ന് പുള്ളി ചെയ്തു, കമേഴ്ഷ്യലൈസ് ആയി. അതെ, ടെസ്ല വാസ് എക്സിസ്റ്റിംഗ് ഈവൻ ബിഫോർ എലൻ മസ്ക് വാസ് ദെയർ. പുള്ളി വാങ്ങിയിട്ടാണ് അത് ആവുന്നത്. പക്ഷെ ദ ബോൾഡ് സ്റ്റെപ്സ് ഹി ടുക്ക് ഇന്ന് ഈ മൊത്തം ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി റീഡിഫൈൻ ചെയ്യുന്നില്ലേ. സോ ബിക്കോസ് ഹി ഡിഡ്ന്റ് സ്റ്റോപ്പ് ബാക്ക്, ഹി ഡിഡ്ന്റ് തിങ്ക്. അന്ന് പുള്ളിയുടെ പൈസ തീരുമായിരുന്നു. 2008 വാസ് ഫൈനാൻഷ്യൽ ക്രൈസിസ്. $17 സ്റ്റോക്ക് ഉണ്ടായിരുന്ന ടെസ്ലയാണ് ഇന്ന് 3 സ്റ്റോക്ക് സ്പ്ലിറ്റ് കഴിഞ്ഞിട്ടും 1000 നിൽക്കുന്നത്. സോ വാട്ട് വാസ് ദ വാല്യൂ ഫ്രം ദെൻ ടു ദ ആ വാല്യൂ ക്യാരി ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇറ്റ് റിലൻറ്റ്ലെസ് പെർസ്യൂട്ട്. ഈ ഇപ്പോൾ ജിമ്മിൽ പോകുന്ന ആൾക്കാർ, ഇറ്റ്സ് എ സിമ്പിൾ എക്സാമ്പിൾ. ജിമ്മിൽ പോകുന്ന ആൾക്കാർ ബോഡി ഷേപ്പ് ചെയ്യാനും ടോൺ ഡൗൺ ചെയ്യാനും മസിൽ ഉണ്ടാക്കാനും ഈ ഉള്ള വെയ്റ്റ്സ് ഒക്കെ എടുക്കുന്നില്ലേ, ആ വെയിറ്റ് എടുക്കുന്നതിൽ പെയിൻ പോയിൻ്റ് ഒന്ന് എത്തും. പെയിൻ പോയിൻ്റ് എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ എടുക്കുന്നതിലാണ് ആ പെയിൻ പോയിൻ്റ് മാറിയിട്ട് യു ആർ ബിൽഡിങ് ഇറ്റ്. എക്സാക്ട്ലി ലൈഫും ബിസിനസ്സും എല്ലാം അങ്ങനെ തന്നെയാണ്. പിന്നെ നെറ്റ്വർക്കിംഗ് ഇമ്പോർട്ടൻ്റ് അല്ലേ? ആബ്സല്യൂട്ട്ലി. അതിൽ ഈ പറയുന്ന നെറ്റ്വർക്കിംഗ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്കൊരു കാര്യം പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പഠിക്കാൻ പോകുന്നതും അല്ലെങ്കിൽ ഈ പഠിക്കുന്ന കാര്യങ്ങൾ ലിറ്ററലി ആ പഠിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ ഒരു സർട്ടൻ തിങ്, ഒരു ബുക്ക് എടുക്കുന്നില്ലേ, നമ്മൾ എന്താ സെർച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിൽ ഏറ്റവും നല്ല ബുക്ക് ഏതാണ് ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഇത് ഏറ്റവും കൂടുതൽ നല്ലത് ഏതാണ്. വൈ ഡു വി ലുക്ക് ഫോർ ദ ബെസ്റ്റ്? സോ ലൈഫിൽ നമ്മളൊരു പ്ലാൻ ഉണ്ടെങ്കിൽ യു ലുക്ക് ഫോർ ദ ബെസ്റ്റ് പീപ്പിൾ അറൗണ്ട് യു, ആരിൽ നിന്ന് എന്ത് പഠിക്കാൻ പറ്റുന്നുള്ളത്, ദെൻ യു ക്യാൻ ലേൺ ഫ്രം ഇറ്റ്. അതാണ് നെറ്റ്വർക്കിൻ്റെ ഏറ്റവും വലിയ ഗുണം. സോ ഒരു ഇൻഡസ്ട്രി പോവുകയാണെങ്കിൽ ആ ഇൻഡസ്ട്രിയിലെ ആൾക്കാരെ ചെന്ന് കാണാൻ പഠിക്കുക, ബിസിനസ് ആണെങ്കിലും. പിന്നെ ഇതിലുണ്ടല്ലോ, ഏത് ആൾക്കാരും ആയിക്കോട്ടെ,
റൈറ്റ് ഫ്രം എ സ്മോൾ വെൻഡർ ഓഫ് എ സ്റ്റോർ ടു ആ $multi-billion ആൾക്കാർ എല്ലാവരും നമ്മളെപ്പോലത്തെ മനുഷ്യരാണ്. ഒരു വ്യത്യാസവും ഇല്ല. ഈ പറയുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ യു കെൻ ഈസിലി കണക്ട്, യു കെൻ സെൻഡ് ഇമെയിൽസ്. ഇപ്പോൾ ഈ എക്സാമ്പിളാണ്, ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞ ആൾ ഒരു ഫോൺ നമ്പർ വെച്ചിട്ട് ഐ ഹാഡ് ചേസ്ഡ് ഹിം 91 days till I got it. പുള്ളി എന്നെ ജോലിക്ക് എടുക്കാനുള്ള കാരണം പുള്ളി ഒന്ന് പറഞ്ഞ അതാ, ദിസ് ഈസ് സംതിങ് ഐ ലൈക്ഡ് ഇൻ യു, ദാറ്റ് യു നെവർ ക്വിറ്റ്, നെവർ ഗിവ് ഇറ്റ് അപ്പ്. ബിക്കോസ് നമുക്കതാണോ ആവശ്യം, ഗോ ഫോർ ഇറ്റ്. ബോബേട്ടൻ പറഞ്ഞ പോലെ നേടുന്നത് വരെ അല്ലെങ്കിൽ മരിക്കുന്നത് വരെ ഇതിലേതെങ്കിലും ഒന്ന് സംഭവിക്കും. ഇപ്പോൾ ഓഫ് കോഴ്സ് നമ്മളിങ്ങനെ ഒരു ബിസിനസ്സിന്റെ ഇതാകുമ്പോൾ ചേട്ടന്റെ ടൈമും ഭയങ്കര പല കാര്യങ്ങൾ ചെയ്ത് ബിസി ആയിരിക്കുമല്ലോ. ഇപ്പൊ ചന്തു ചേട്ടൻ എങ്ങനെയാ അതൊന്ന് ചില സമയത്ത് ഇരുന്ന് റിലാക്സ് ചെയ്യാൻ എങ്ങനെ എന്താ ചെയ്യല്? അതായത് പുസ്തകം വായിക്കുമോ അതോ? നോ, ഡിസ്ലെക്സിക് ആയതുകൊണ്ട് ആ ഒരു സംഭവം ഇല്ല. അത് സ്കൂൾ മുതലേ ഇല്ല. ബിക്കോസ് എനിക്ക് ബുക്ക് വായിക്കുമ്പോൾ വേർഡ്സ് ജംബിൾഡ് ആവും, ഇത് വായിക്കാനുള്ള ആ പ്രശ്നമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ ഫ്രീ ടൈം എന്ന് പറയുന്നതല്ലോ, അങ്ങനത്തെ ഇപ്പോൾ ഈ പോഡ്കാസ്റ്റ്, ലെറ്റ്സ് സേ ടേക്ക് പോഡ്കാസ്റ്റ്, നമ്മൾ ഇരുന്ന് സംസാരിക്കുന്നതും എനിക്കിഷ്ടപ്പെട്ട ടോപ്പിക്കിനെ കുറിച്ചാണ്. സോ ദ ടൈം ഐ എം വില്ലിംഗ് ടു സ്പെൻഡ് ഇസ് ടു സേ ഓർ ടോക്ക് ഓർ ഡിസ്കസ് അബൌട്ട് സംതിങ് വിച്ച് ഐ ലൈക്ക്. അല്ലാത്തൊരു കാര്യത്തിന് ഞാൻ മാറ്റിവെക്കലില്ല. ഉണ്ടായിരുന്നില്ലെന്ന് വെച്ചാൽ യെസ്, ഐ യൂസ് ടു സിനിമ കാണുന്നിരുന്നിട്ട് ഈ പറഞ്ഞ പോലെ ബിസിനസ് ബേസ്ഡ് സിനിമകൾ, ഐ വാച്ച് ഡോക്യുമെൻ്ററീസ് അലോട്ട്. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റ്സ്, ഐ ലൈക്ക് ടു റീഡ് ഈ പറഞ്ഞ പോലെ സ്റ്റോക്ക് ഡോക്യുമെൻറ്റ്സ്, ഈ പറഞ്ഞ പോലെ ടേപ്പ് റീഡ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. ബിക്കോസ് ഐ വാസ് എ ഡേ ട്രേഡർ. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യും, അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഈ നെറ്റ്വർക്കിംഗ്, അഗൈൻ കമ്മിങ് ടു ഈ ഉള്ള ബിസിനസ്സായിട്ട് പോലും സംസാരിക്കുമ്പോൾ യു ഗെറ്റ് ഐഡിയാസ്. ബിക്കോസ് ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാലും ഈ ബിസിനസ്സുകാരും സംസാരിക്കുന്ന, അവർ വെള്ളം അടിച്ചോട്ടെ എന്തും ആയിക്കോട്ടെ, എന്നാലും അവർ സംസാരിക്കുന്ന എപ്പോഴും ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ്. ഒന്നും വേണ്ട, ചെറിയ വല്ല റിയൽ എസ്റ്റേറ്റ് ഡീലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പ്രോപ്പർട്ടിയുടെ വല്ലതായിരിക്കും. എന്നാൽ ദി ഓൾവേസ് തിങ്ക് അബൌട്ട് വാട്ട്സ് നെക്സ്റ്റ്. സോ അപ്പോൾ അങ്ങനത്തെ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ പോയി ഇരിക്കുമ്പോൾ യു ഗെറ്റ് സച്ച് തിങ്സ്. പിന്നെ അത് മാത്രമാണെന്നില്ല, ഈ പറയുന്നത് ഇഫ് യു ആർ എൻജോയിങ് വാട്ട് യു ആർ ഡൂയിങ് ദാറ്റ്സ് വെൽ മോർ ദൻ എനഫ്. അങ്ങനെ ഒരു ഫ്രീ ടൈം ആണെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലേ? നോടത്തോൾ ഈ ഫ്രീ ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് ലിറ്ററലി ഒരാവശ്യവും ഇല്ല. മീ പേഴ്സണലി ഐ ഹേറ്റ് വെക്കേഷൻസ്, പക്ഷെ ഐ എം ഫോഴ്സ്ഡ് ടു ടേക്ക് ബിക്കോസ് ഈ പറഞ്ഞ ബാരിക്കും പിള്ളേർക്കും പോകണം. സോ ഐ എം ഫോഴ്സ്ഡ് ടു ടേക്ക്. ഐ തിങ്ക് യുനോ ബിസിനസ് ആകുമ്പോൾ നമ്മളുടേതായിട്ടുള്ളൊരു ബിസിനസ് ആകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി കമ്മിറ്റഡ് ആണ്. അപ്പോൾ ഞങ്ങളുടെ സൈഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു കമ്പനിക്ക് വേണ്ടി ഒരു ഓഫീസ് ജോബാണ്. അപ്പോൾ നമ്മൾ കൂടുതലും നമുക്ക് കുറച്ചൊരു ഫ്രീ ടൈം കിട്ടാൻ, മാക്സിമം നമുക്ക് ഫ്രീ ടൈം കിട്ടാൻ വേണ്ടി നമ്മൾ ചിന്തിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്കിപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് പറയാന്നുണ്ടെങ്കിൽ എനിക്ക് ബിസിനസ് തുടങ്ങാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താല്പര്യങ്ങൾ ഉണ്ട്. ബട്ട് സ്റ്റിൽ നമ്മളൊരു കംഫർട്ട് സോണിലാണ്. ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യാണ്, ഒരു 8 to 4 വർക്ക് ടൈം, സാലറി ബേസ്ഡ് വർക്ക്. അപ്പോൾ നമ്മളൊരു കംഫർട്ട് സോണിൽ നിന്ന് നിൽക്കണം. അപ്പോൾ ബിസിനസ് തുടങ്ങണം ആഗ്രഹം, പ്ലാന് ഒക്കെ ഉണ്ട്, പക്ഷേ ഒരു പുഷില്ല. മീൻസ് യുനോ വി ആർ ഇൻ ദ കംഫർട്ട് സോൺ. അപ്പോൾ അതെങ്ങനെയാണ് കാണുന്നത്? അത് സിമ്പിൾ, ജസ്റ്റ് റിസൈൻ യുവർ ജോബ്. അപ്പം കിട്ടും. മൂന്ന് നേരം ഞാൻ ഈ ലൈക്ക ലോഞ്ച് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിട്ട്, ആൻഡ് ഇറ്റ് ഈസ് ഇൻ 2012. ലൈക്കയിൽ ആദ്യം ഇവിടെ വരുന്നത് ലോഞ്ച് ചെയ്യാൻ. ഐ വാസ് സ്റ്റിൽ 2016. 2016 പോളണ്ട് ക്വിറ്റ് ചെയ്തല്ല, 2016 ക്വിറ്റ് ചെയ്തല്ല. അന്ന് ക്വിറ്റ് ചെയ്യുന്ന സമയത്ത് ബീങ് ദി ഹെഡ് ഓഫ് ലൈക്ക, കമ്പനിയുടെ പേർക്സ് എല്ലാം ഉണ്ടായിരുന്നു. റൈറ്റ് ഫ്രം കാർ ടു ഫുഡ്സ് ടു എവറിത്തിങ്. ഐ നെവർ ഹാഡ് ടു പേ എ ബിൽ. ആൻഡ് ആ സമയത്ത് അറ്റ് ദി ഏജ് ഓഫ് 28, ദാറ്റ്സ് വെൻ ഐ വാസ് ലൈക്കയുടെ കൺട്രി ഹെഡ് ആവുന്നത്. പോളണ്ടിൽ വരുന്ന സമയത്ത് ഐ വാസ് പെയ്ഡ് അറൗണ്ട് ലൈക്ക് 24,000 PLN ഗ്രോസ്. അത് 14,333 സംതിങ് അറൗണ്ട് നെറ്റ് ഉണ്ടായിരുന്നു 2012. 2016 ഐ ഡിസൈഡ് ടു ക്വിറ്റ് ബിക്കോസ് ഒരു ലെവൽ എത്തി ആ കമ്പനിയിൽ. ഇനി അതിന് മുകളിലേക്ക് പോകാനില്ല. ഐ എം ഡൂയിങ് ദ സെയിം തിങ് ഓവർ ആൻഡ് ഓവർ അഗൈൻ. ഐ ഹാവ് ട്രാവൽഡ് ഓൾമോസ്റ്റ് 30 countries ലോഞ്ചിങ് ദ കമ്പനി, ഇതിനൊക്കെ ആയിട്ട്. സോ ഐ ഹാവ് ഹാഡ് ഇനഫ്. പക്ഷേ മോണോട്ടോണസ് ആണ്, വേറെ ഒന്നുമില്ല, ഇന്നോവേറ്റീവായിട്ട് ഒന്നുമില്ല. ഞാൻ ചിന്തിച്ച അടുത്ത 10 വർഷം കഴിഞ്ഞാൽ എന്നെക്കാൾ സ്മാർട്ടായിട്ടുള്ള പിള്ളേർ വരും, ഇവർക്ക് താങ്ക് യു ബൈ എന്ന് പറഞ്ഞു പോകും. അന്ന് ഐ എം ഇൻ സം ഐലൻഡ് വിച്ച് ഐ ഹാവ് ലോസ്റ്റ്. എൻ്റെ ഓപ്പർച്യൂണിറ്റീസ് പോയി, ഞാൻ എന്ത് ചെയ്യണം എനിക്കുള്ള അത് പോയി. പക്ഷേ അവിടെ എനിക്ക് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള വൈഫ് ഉള്ളത് കൊണ്ട് ഐ വാസ് ഏബിൾ ടു ടേക്ക് ദറ്റ് റിസ്ക്. ബിക്കോസ് ഞങ്ങൾ കല്യാണം ആയ സമയത്ത് എത്രയൊക്കെ ലവ് ആണ് അതാന്ന് പറഞ്ഞാലും റിയാലിറ്റി ഈസ് സംതിങ് ഡിഫറെൻറ്റ്. നമ്മൾ ജീവിക്കുന്ന റിയാലിറ്റിയിലാണ്. പ്രണയിക്കുമ്പോൾ വേറെ, കല്യാണം കഴിയുമ്പോൾ വേറെ ആയിരിക്കും. അപ്പം നമ്മുടെ ഒരു ചിന്ത ഉണ്ടായിരുന്നത് വീടിൻ്റെ എക്സ്പെൻസസ്, മിനിമം എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്ന സാലറി ഒരാൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ദി അതർ പേഴ്സൺ ക്യാൻ ടേക്ക് ദ റിസ്ക്. സോ അങ്ങനെയാണ് നല്ലൊരു ഡീലാണ് വെക്കാൻ. ഒബ്വിയസ്ലി ബിക്കോസ് യു ഹാവ് ടു ബി റിയൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. റൊമാൻറ്റിസിസം ഒക്കെ ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിസം പോലെയാണ്. ഇറ്റ്സ് മച്ച് മോർ, ഇപ്പം ഇൻ ബുക്സ് ഇറ്റ്സ് നൈസ്, ഇറ്റ്സ് റീഡിങ് ഇറ്റ്സ് നൈസ്, പോയം പോലെയാണ്.
സോ റിയാലിറ്റിയിൽ നാളെ ഈ പറഞ്ഞ പോലെ മമ്മമില്ലെങ്കിൽ കഴിഞ്ഞില്ല. സോ അങ്ങനെ ഇറ്റ് വാസ് വെരി ഹെൽപ്ഫുൾ. ലൈക്ക് ഷീ ഹാഡ് പുൾഡ് ഔട്ട്. അതുകൊണ്ട് ഐ വാസ് ഏബിൾ ടു ടേക്ക് റിസ്ക്. പക്ഷെ അന്നും റിസ്ക് എന്ന് പറഞ്ഞാൽ ഇറങ്ങിയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് വാസ് ഗോയിങ് ഫൈൻ. വി ഹാഡ് 3 പ്ലേസസ് ഇൻ ബാഴ്സലോണ. അത് ഒന്ന് ഡിസ്കോത്തിക് ആയിരുന്നു, 2 റെസ്റ്റോറൻറ്റ്സ് ആയിരുന്നു, ആൻഡ് ഒന്ന് ഇവിടെ റെസ്റ്റോറൻറ്റ് ആയിരുന്നു. എവറിത്തിങ് വാസ് ഗോയിങ് ഫൈൻ. പക്ഷേ അവിടെ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് വന്നു ആദ്യം ബാഴ്സലോണയിൽ. അത് കഴിഞ്ഞിട്ട് കത്തലാൻ ഇൻഡിപെൻഡൻസിൻ്റെ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത സ്ഥലങ്ങളിൽ അതിൻ്റെ ഓണർ ബാങ്ക്രപ്സി ക്ലെയിം ചെയ്തതുകൊണ്ട് വി ഹാഡ് ടു ഷട്ട് ഇറ്റ് ഔട്ട് ആൻഡ് ഇറ്റ് വെൻറ്റ് ഇൻ ടു എ ലോസ്. എന്ന് പറഞ്ഞാൽ 7 കോടി രൂപ പോയി. പകുതി കൊടുത്ത പൈസ മുതൽ ഇൻവെസ്റ്റ് ചെയ്ത പൈസ വരെ. ദോ ദ ബിസിനസ് വാസ് ഡൂയിങ് ഫൈൻ, പക്ഷെ നമ്മൾ കൊടുത്ത ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ എല്ലാം പോയി. സോ ദാറ്റ് വാസ് എ ഹ്യൂജ് ഫൈനാൻഷ്യൽ ലെറ്റ് ഡൗൺ. അതായത് ജോലി ചെയ്തുണ്ടായിരുന്ന സേവിങ് എന്താണോ അതിൽ നിന്നും 0ലേക്ക് പോയി. അവിടെ നിന്ന് വേറെ 1.5 കോടി താഴേക്ക് ബാംഗ്ലൂർ എടുത്തതുകൊണ്ട് അതും താഴേക്ക് പോയി. സോ ഇറ്റ് വാസ് ലൈക്ക് ഇങ്ങനെ പോയിട്ട് നേരെ അങ്ങോട്ട് പോയി, സ്റ്റോക്ക് മാർക്കറ്റ് പോണ പോലെ. പിന്നെ അതിൽ നിന്ന് അഗെയിൻ വെൻറ്റ് ഇൻ ടു കൺസൾട്ടിങ് ബിസിനസ്സിൽ പോയിട്ട് അങ്ങനെ കൺസൾട്ടിങ് ചെയ്യുമ്പോഴാണ് ഈ ചേംബറിൽ ഓപ്പർച്യൂണിറ്റി വരുന്നത്. ഇൻഫാക്റ്റ് അതും എനിക്ക് വന്ന ഓപ്പർച്യൂണിറ്റി അല്ല, പ്രദീപേട്ടൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വേറൊരു ബിസിനസ് ചെയ്യുന്ന ആൾക്ക് വന്നതാണ്. ആൻഡ് ഹി വാസ് ഗ്രേഷ്യസ് ഇനഫ് ടു സേ ദാറ്റ് ഹീസ് എ യങ് ഗൈ, സോ വൈ ഡോണ്ട് ഹീ ഗോ ഇൻ ടു ഇറ്റ്. അങ്ങനെ നോമിനേറ്റ് ചെയ്തിട്ടാണ് ഐ ബിക്കേം പാർട്ട് ഓഫ് ചേംബർ. സോ ചേംബറിൽ ഓരോ ഈ പറഞ്ഞ പോലെ കമ്പനീസ് ഇന്ത്യയിൽ നിന്ന് കൊണ്ട് ഐ തിങ്ക് ഐ ബ്രോട്ട് അറൌണ്ട് 9 കമ്പനീസ് ടു പോളണ്ട് സോ ഫാർ. അപ്പോൾ അതിന് കൺസൾട്ടിങ് ചെയ്തിട്ട് ദിസ് വാസ് മൈ മെയിൻ ഇൻകം ആ ടൈമിൽ. പിന്നെയാണ് മലയാളിയിലേക്ക് വരുന്നത്. So that's again a gamble. So അതുകൊണ്ടാണ് വൈഫ് ചോദിച്ചത്, again you have a new idea. Another new idea. And she was very specific. How long are you going to put your time into this? 3 years max. അതിലും കൂടുതൽ പറ്റില്ല. ബിസിനസ് പ്ലാൻ ചോദിച്ചു. ഇത് പ്ലാനൊന്നും ഇല്ലാണ്ട് പോവാണല്ലോ എപ്പോഴും ഇത്. പക്ഷെ അതിലും ഈ പറഞ്ഞ പോലെ ആ ഒരു ലോ സ്റ്റേജ് ഓഫ് ലൈഫും വന്നതുകൊണ്ടാണ് കുറേയൊക്കെ ഇപ്പം ഇത് പിടിച്ചു നിൽക്കാനും ആ പെയിൻ പോയിന്റ് ക്രോസ് ചെയ്യാനും പറ്റുന്നത്. ഒരു ട്രിഗർ ഉണ്ടാവുമല്ലോ. ഇപ്പം ഇൻഫാക്ട് ലൈക്ക് ഞാൻ ആ ലോസിൽ പോയിട്ട് my wife was 8 months pregnant. I had to leave her. 8 month pregnant വൈഫിനെയും ഒരു മോളെയും ഇവിടെ നിർത്തിയിട്ട് I had to go to Portugal to start a consulting project over there. സോ അപ്പോൾ ഒന്ന് ആലോചിച്ചാൽ അറിയാം, അതായത് 8 മാസം ഗർഭിണിയായ ഭാര്യ വീട്ടിൽ വിട്ടിട്ട് വേറെ രാജ്യത്ത് പോയിരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത്. സോ അത്രയും ലോ പോയിന്റിൽ പോയി. ഒരു ഇൻസിഡൻറ്റ് പറയാനാണെങ്കിൽ ഞാൻ അധികം ആൾക്കൂടെ ഷെയർ ചെയ്തിട്ടില്ല, പറയാനാണെങ്കിൽ ആ ഒരു ഇപ്പം നമ്മളെ ലൈഫിൽ ധൈര്യം വരില്ലേ, അങ്ങനത്തെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരിക്കൽ തിരിച്ചിവിടെ പോളണ്ടിൽ വന്ന് ഉച്ചയ്ക്ക് ഫ്ലൈറ്റ് തിരിച്ച് ബാക്ക് ടു പോർച്ചുഗൽ. സോ രാവിലെ മോളെ കിൻഡർ ഗാർഡനിൽ കൊണ്ടാക്കണം. ഞാൻ രാവിലെ കിൻഡർ ഗാർഡനിൽ കൊണ്ടാക്കാൻ പോയ സമയത്ത് മോൾ എന്നോട് പറഞ്ഞു, ഡാഡി എൻ്റെ ഷൂസ് ചെറുതായി, ലൈക്ക് എൻ്റെ ഫീറ്റിനേക്കാളും, നെക്സ്റ്റ് ടൈം വരുമ്പോൾ എനിക്കൊരു ഷൂസ് വാങ്ങിച്ചു തരുമോ. അത് ആ കുട്ടി ചോദിക്കുമ്പോൾ എൻ്റെ പോക്കറ്റിൽ 20 euros ഇസ് വാട്ട് ഐ ഹാഡ്. അത് ഇവിടുന്ന് ഫ്ലൈറ്റിൽ പോയിട്ട് അവിടെ നിന്ന് പോകുന്ന ബസ് ടിക്കറ്റ് മാത്രമുള്ള പൈസയാണുള്ളത്. ബിക്കോസ് എല്ലാ മാസവും സാലറി വരുന്ന ഐ ഹാവ് സപ്പോസ് ടു പേ ടു ദ ബാങ്ക്. അന്ന് ഞാൻ കുറേ ഇരുന്ന് കരഞ്ഞത്, ലൈക്ക് ഐ വാസ് വെരി ഇമോഷണൽ എയർപോർട്ടിൽ. പക്ഷെ ഞാൻ അതേ തന്നെ ചിന്തിച്ചത്, എന്ത് തന്നെ ആയിക്കോട്ടെ, ഷീ ഹാഡ് ദാറ്റ് കോൺഫിഡൻസ് ടു ആസ്ക് മീ ബിക്കോസ് ഐ എം ഹർ ഡാഡ്. സോ ഐ എം എ ഹീറോ ഫോർ ഹർ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. എന്തുകൊണ്ട് ആ കോൺഫിഡൻസ് എനിക്ക് എൻ്റെ മുകളിൽ ഉണ്ടായിക്കൂടാ? ആൻഡ് ദാറ്റ് ടേൺഡ് മൈ ലൈഫ്. അതിനുശേഷം ഈ പറഞ്ഞ പോലെ ഐ ഹവ് നെവർ ലുക്ക്ഡ് ബാക്ക്. ഐ ഹവ് ഡൺ തിങ്സ് ടു കം ഔട്ട് ഓഫ് ഇറ്റ് ആൻഡ് ഐ എം സ്റ്റിൽ ഡൂയിങ് തിങ്സ് ടു ഗോ ഔട്ട് ഓഫ് ഇറ്റ്. എല്ലാവരും പറയുന്നത് തന്നെയാണ്, ലൈഫിൽ പല പോയിന്റ്സും വരും, പക്ഷേ never lose focus of what you want to do. Go ahead. നമ്മളും അതേമാതിരി നമ്മുടെ കാണുന്ന ഓഡിയൻസും ചെറുപ്പക്കാർക്ക് ഇത് ഭയങ്കര ഇൻസ്പിറേഷനാണ്. ആക്ച്വലി നമ്മൾ പല കാര്യങ്ങളും നമ്മൾ സ്റ്റോപ്പ് ചെയ്യണത് ഇതാണ് കാരണം. എന്താവും, വാട്ട് ഇഫ് ഐ ഫെയിൽ അല്ലേ? ഫെയിലിയറിനെ പേടിച്ചിട്ടാണ് ആരും ഒന്നും സ്റ്റാർട്ട് ചെയ്യാത്തത്. അബ്സല്യൂട്ട്ലി. അതിന്റെ കാരണം പറഞ്ഞു തന്നെ, ഈ ഫെയിലിയറിനെ പേടിക്കുന്ന എന്തുകൊണ്ടാ? ദ റീസൺ ഇസ് നമ്മളെ മോൾഡ് ചെയ്തിരിക്കുന്ന രീതി അതാണ്. ഇത് ചെയ്താൽ ഈ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാവുമോ, റീസണിങ്സ്. അതേ തന്നെ നമ്മൾ മോൾഡ് ചെയ്തെടുക്കുക സ്വയം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അപ്പോൾ ദെൻ യു ഫിഗർ ഔട്ട് എ വേ ഔട്ട്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ മലയാളി, ഓക്കെ ഇത് പേരിട്ടു, ഈ പറഞ്ഞ പോലെ നാളെ ഇത് പ്രൊഡക്റ്റ് നന്നായില്ലെങ്കിൽ അത് പ്രശ്നം വരില്ല, അല്ലെങ്കിൽ ഇവിടെ പോയില്ലല്ലോ, അല്ലെങ്കിൽ അവിടെ പോയില്ലല്ലോ. അതിന് പകരം വി ആർ ജസ്റ്റ് കീപ്പിംഗ് ഓൺ. ഓക്കെ ഇതിട്ടു, നെക്സ്റ്റ് ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ ലോഞ്ച് ചെയ്യണം, അത് കഴിഞ്ഞ് മലേഷ്യ സിംഗപ്പൂർ പോകണം. സോ വി ആർ കീപ്പിംഗ് ഓൺ ഫോക്കസിങ് ഓൺ ലൈക്ക് ഓക്കെ വേ ക്യാൻ വി ഗോ നെക്സ്റ്റ്, വാട്ട് ക്യാൻ വി ഇന്നോവേറ്റ്, വി ക്യാൻ ഡു. ഇപ്പോൾ ഇന്നോവേഷൻ എന്ന് പറഞ്ഞ പോലെ ആൽക്കഹോൾ കംപ്ലീറ്റ്ലി നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് 0.0 ആൽക്കഹോൾ കൊണ്ടുവരുന്നത്. അതായത് ഉള്ള ആൽക്കഹോളിനെ എക്സ്ട്രാക്ട് ചെയ്യണം ഫുള്ളായിട്ട് ബിയറിന്ന്. ആ എക്സ്ട്രാക്ട് ചെയ്ത ആൽക്കഹോൾ എന്ത് ചെയ്യും എന്ന് ചിന്തിച്ചപ്പോഴാണ് അതിൽ നിന്നും ബിയർ ഡിസ്റ്റിൽ ചെയ്തിട്ട് വി ആർ കമ്മിങ് ഔട്ട് വിത്ത് എ വോഡ്ക കോൾഡ് യക്ഷി.
Okay. അത് ഈ നമ്മുടെ നോൺ ആൽക്കോളിക് ബിയർ എന്നുള്ള സീറോ എക്സ്ട്രാക്ഷൻ ഫുൾ ആൽക്കോഹോൾ എക്സ്ട്രാക്ഷൻ അതിൽ നിന്നാണ്. ഇറ്റ്സ് എ സിംഗിൾ മോൾട്ട് വോഡ്ക. സോ അപ്പോൾ അത് വരുന്നത് ഇതിൽ നിന്നാണ്. സീറോ വേസ്റ്റ് പോളിസി. ദർ ഈസ് ഓൾവേസ് എൻ ഓപ്പർച്യൂണിറ്റി ഔട്ട് ദെയർ. ഒന്ന് നമ്മൾ സീക്ക് ചെയ്യുക, അതിലേക്ക് പോകാതെ മാത്രമേ ഉള്ളൂ. ഇതൊരു പണ്ടൊരു കാർട്ടൂൺ ഉണ്ട്, വിനീതപ്പൂ എന്ന് പറഞ്ഞൊരു കാർട്ടൂൺ ഉണ്ട്. അതില് ഒരു കുട്ടി ഒരു ക്യാരക്ടർ ഒരു മലയിൽ നിന്ന് എടുത്ത് ചാടുക. അപ്പൊ അവര് ചോദിക്കും, ആ കുട്ടി ചോദിക്കും ഒപ്പമുള്ള ഒരാളോട്, വാട്ട് ഇഫ് ഐ ഫോൾ, മരിച്ചു പോവില്ലേ ചോദിക്കുമ്പോൾ അവർ തിരിച്ചു ചോദിക്കേണ്ട ചോദ്യമുണ്ട്, ബട്ട് വാട്ട് ഇഫ് യു ഫ്ലൈ, ചിലപ്പോൾ പറക്കാൻ പറ്റുണ്ടായിരുന്നെങ്കിലും. അത് തന്നെയല്ലേ അല്ലേ ചേട്ടാ? എക്സാക്ട്ലി. സി അതെപ്പോഴല്ല നമ്മളൊരു കാര്യം ആവശ്യമുണ്ടെങ്കിൽ ഇഫ് യു നെവർ ആസ്ക് ദി ആൻസർ ഇസ് ഓൾവേസ് നോ. ബട്ട് ഇഫ് യു ആസ്ക് പ്രോബിലിറ്റി ഈസ് 50-50. സോ ഓൾവേസ് ടേക്ക് ചാൻസസ്. There is a risk, of course. അബ്സല്യൂട്ട്ലി. അത് ഞാൻ പറഞ്ഞില്ല, ഈ പറഞ്ഞ ഒരു ലൈൻ പലപ്പോഴും അതൊരു സിമ്പിൾ ലൈനാണ്, പക്ഷെ അതിൻ്റെ ആ എക്സാക്ട് മീനിങ്ങിൽ നമ്മൾ ഡെപ്തിൽ പോയിരുന്ന് ചിന്തിക്കുമ്പോൾ അതിന് നമുക്ക് അപ്പോഴാണ് ശരിക്കും ട്രിഗർ ചെയ്യുക ലൈഫ്. അതായത് ഇത്ര സിമ്പിൾ ലൈൻ, നേരത്തെ പറഞ്ഞ സെയിം ലൈൻ തന്നെയാണ്. യു ഹവ് ഗോട്ട് ഓൺലി വൺ ലൈഫ് ടു ലിവ്. വെൻ യു റിയലൈസ് ദാറ്റ് യു സ്റ്റാർട്ട് ലിവിങ്. ബിക്കോസ് നമ്മൾ ഈ ചില ആൾക്കാർ പറയുമല്ലോ, ദാറ്റ് ഈസ് എൻ ഐഡിയ ഹി തോട്ട് ഔട്ട്സൈഡ് ദ ബോക്സ്, തിങ്കിങ് ഔട്ട്സൈഡ് ദ ബോക്സ് എന്നുള്ളൊരു കോൺസെപ്റ്റ്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മളെല്ലാവരും ബോക്സസിലാണ് എന്നുള്ള ഒരു റിയാലിറ്റി എല്ലാവർക്കും അറിയാം. സോ വെൻ യു തിങ്ക് ഔട്ട് ഓഫ് ഇറ്റ്, അത് തന്നെ എല്ലാവരും പറയുന്നുള്ളൂ, യു ജസ്റ്റ് തിങ്ക് ഔട്ട് ഓഫ് ഇറ്റ്. നമ്മൾ ഈ റൂൾസ് പറയുന്നുണ്ടല്ലോ, ഇത് ഉണ്ടാക്കിയതാരാ? നമ്മളെപ്പോലത്തെ ഏതോ ആൾക്കാരാണ് ഉണ്ടാക്കിയത്. ഈ നിയമങ്ങളുള്ളതൊക്കെ ലോകത്ത് നിന്ന് കാണുന്ന എല്ലാം നമ്മളെപ്പോലത്തെ ആരോ മുന്നിരുന്ന് എഴുതി ഉണ്ടാക്കിയതാണ്. കാരണം എവിടെ നിന്ന് എടുത്തു വന്നാലല്ലോ. സോ വി ഗോ ഔട്ട് ഓഫ് ഇറ്റ് ആൻഡ് ഡു തിങ്സ്. ഇത് ഇന്നതേ ചെയ്യാവൂ എന്നില്ലല്ലോ. ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നു, അതാ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നതിന് നിങ്ങൾക്ക് ട്രെയിനിൽ പോവാം, ബസ്സിൽ പോവാം, കാറിൽ പോവാം, പ്ലെയിനിൽ പോവാം. ഡെസ്റ്റിനേഷൻ സെയിം. യാത്ര ചെയ്യുന്നത് നിങ്ങളാണ്. എങ്ങനെ പോകുന്നു എന്നുള്ളത് 4 വഴിയായില്ലേ? ബട്ട് യു ആർ റീച്ചിങ് ഇറ്റ്. സോ ദിസ് ഇസ് ഹൗ ലൈഫ് ഇസ് ലിറ്ററലി. എന്ത് കാര്യം അങ്ങനെയാണ്. ഇനിയിപ്പോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഇനിയിപ്പോ ഒരു വിഷനിൽ ഒരു Ultimate goal എന്താണ്? ഐ മീൻ വി ഓൾവേസ് ഹാവ് ടു ഗ്രോ ആൻഡ് തിങ്ക് ചെയ്ത് ഗ്രോ ആണ്. അപ്പൊ ഒരു വിഷൻ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഒരു 10-20 വർഷം കഴിഞ്ഞിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ കാണാനാണ് ആഗ്രഹം? Everywhere around the world. Around the world. അതായത് this actually kind of represents, it's an international lager with an Indian base in it. ഇതാണ് നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നത്. We'll be listing in stock markets. We'll float the company. This is what our plan is. അപ്പോൾ ചേട്ടാ ഒരുപാട് നന്ദി വന്നതില്. നമുക്ക് അതായത് ആക്ച്വലി ഇതൊരു മൈൽ സ്റ്റോൺ. ഞങ്ങൾ പോഡ്കാസ്റ്റ് തുടങ്ങുന്ന സമയത്ത് ഞങ്ങളൊരു ഫസ്റ്റ് മൈൽ സ്റ്റോൺ വരുമ്പോൾ വി ഹാവ് ടു ഇന്റർവ്യൂ ദിസ് ഗായ് ഹു വാണ്ട് ദിസ് മലയാളി ബിയർ. ഇരുത്തി പറയല്ല, ശരി. ബട്ട് ലിറ്ററലി നമ്മളൊരു ഇതായിരുന്നത്. ഇപ്പം അത് തന്നെയാണ്. ഇപ്പം നിങ്ങൾ ശ്രമിച്ചു, കിട്ടി, വന്നില്ലേ? ദിസ് ഇസ് വാട്ട് ലൈഫ് ഇസ് ഓൾ അബൌട്ട്. ഇഫ് യു ഹാവ് എ ഫോക്കസ് യു റീച്ച് ഇറ്റ്. ദർ ഇസ് നത്തിങ് സ്റ്റോപ്പിംഗ് ഇറ്റ്. ഇത് ഷൂട്ട് ഓണിന് മുമ്പ് സൗരഭിനൊരു കാര്യം പറയുന്നു, this is the day we remember on that day. നമ്മളിരുന്ന് ഇങ്ങനെ ടെൻഷൻ അടിക്കായിരുന്നു, എന്തൊക്കെയാ ചോദിക്കുക, എങ്ങനെയാണത്. അപ്പൊ നമ്മൾ ഈ ടെൻഷന്റെ ഇടയിൽ മറക്കണ ഒരു കാര്യം ഉണ്ടെന്ന് ഞാൻ അവനോട് പറഞ്ഞു. ടെൻഷന്റെ ഇടയിൽ മറക്കണ ഒരു കാര്യമുണ്ട്, അതായത് ഇത് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ ഒരു ദിവസമാണ്, നമ്മൾ ഇവിടം വരെ എത്തി എന്നൊക്കെ. നമ്മള് ഒരു ഭയങ്കര വലിയൊരു സക്സസ് ഒന്നും അല്ലായിരുന്നു. നമുക്ക് പേഴ്സണലി വി ആർ വെരി ഹാപ്പി. ഞാനും അതെ, ഒബ്വിയസ്ലി. ലൈക്ക് ഇപ്പം നിങ്ങളൊരു അഗൈൻ ഇറ്റ്സ് എ സ്റ്റാർട്ടപ്പ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, യു ആർ വർക്കിംഗ് സംവെയർ, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ പാഷനെയാണ് ഫോളോ ചെയ്യുന്നത്. That is why you're taking out time. Yes. So, അപ്പോൾ ആ ഒരു സ്പേസിൽ obviously you gave a space for me as well. So, I really feel great to be on the journey, a part of this journey. Thank you so much. അത് പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ചേട്ടൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ? സബ്സ്ക്രൈബേഴ്സിനോട് പറയും, ഇവരെ ഇനിയും കൂടുതൽ കാണുക. ടെക്നിക്കലി ഐ ഡോണ്ട് പ്രൊമോട്ട് ആൽക്കഹോൾ ബിക്കോസ് ഞാനിത് കുടിക്കാത്ത ആളാണ്. അതുകൊണ്ട് ഞാനത് പ്രൊമോട്ട് ചെയ്യില്ല. പക്ഷേ ഓബ്വിയസ്ലി നിങ്ങൾ എന്തും, മലയാളി എന്നല്ല, എന്ത് കുടിക്കുകയാണെങ്കിലും അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ഡ്രിങ്ക്. ബിക്കോസ് ഹെൽത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെയാണ്, അത് കളയാതിരിക്കുക. പിന്നെ ആർക്കെങ്കിലും ഈ പറഞ്ഞ പോലെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെറുതോ വലുതോ അങ്ങനത്തെ ഒരു ഗ്രാവിറ്റി എന്നുള്ളതില്ല. എനി ഐഡിയ യു ഹാവ് ഓൾവേസ് ട്രൈ ഇറ്റ്. ബിക്കോസ് ഒരു ജീവിതമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ മാക്സിമം ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക. ലാസ്റ്റ് മരണക്കിടക്കെ കിടക്കുമ്പോൾ ഒരിക്കലും ആ റിഗ്രറ്റ് നമുക്ക് തോന്നരുത്, ഓ ഇത് ചെയ്തില്ലല്ലോ, അല്ലാതെ വേറെ ആൾ ചെയ്തില്ലേ, അങ്ങനെ ചിന്തിക്കാൻ നിൽക്കരുത്. സോ ഗോ അഹെഡ് ആൻഡ് ഡു ഇറ്റ്. ആൻഡ് ഓൾ ദി ബെസ്റ്റ് എവരിവൺ. Thank you very much. Thank you, Cheta. Thank you. And thank you. All the best for. Thank you. And see you with the. Bye bye.